ഏവർക്കും ഹോപ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുധീഷ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത് മാത്സിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി അവിടെ നിന്ന് നേരെ ലംബമായി 3 മീറ്റർ മുന്നോട്ടും അവിടെ നിന്ന് 4 മീറ്റർ വലത്തോട്ടും വീണ്ടും 2 മീറ്റർ ഇടത്തോട്ടും സഞ്ചരിക്കുന്നു. ഇപ്പോൾ കുട്ടി നിൽക്കുന്ന ദിശ ഏത്? ഒരു കുട്ടി നിൽക്കുന്നു. ആ കുട്ടി വടക്കോട്ടാണ് സഞ്ചരിച്ചത്. വടക്കോട്ട് എന്ന് പറയുമ്പോൾ മേലോട്ട്. വടക്കോട്ട് എത്ര മീറ്റർ സഞ്ചരിച്ചത്? 3 മീറ്റർ അല്ലേ? വടക്കെന്ന് പറയുമ്പോൾ മേലോട്ട് വരച്ചു. മേലോട്ട് 3 മീറ്റർ. അതിനുശേഷം എന്തോട്ട് എങ്ങോട്ട് പോയി? വലത്തേക്ക് പോയി. വലത്തെന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ്. ക്ലോക്ക് എങ്ങനെയാണോ സഞ്ചരിക്കുന്നത്? ക്ലോക്കിലെ സൂചി സഞ്ചരിക്കുന്ന ദിശ. അതുകൊണ്ട് ഇവിടെ നിന്ന് വലത്തേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ ആരോ മാർക്ക് വരുന്നത്. അപ്പോൾ നാടെ ഇങ്ങോട്ട് സഞ്ചരിച്ചു. അത് എത്ര മീറ്റർ വലത്തേക്ക് പോയത്? 4 മീറ്റർ വലത്തേക്ക് പോയി. അതിനുശേഷം വീണ്ടും ഇടത്തേക്കാണ് പോയത്. ഇതാണ് ആരോ മാർക്ക്. അവിടെ നിന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ താഴോട്ട് വന്നതിനെ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇടത്തെന്ന് പറയുമ്പോൾ തിരിച്ചു വരയ്ക്കുക. അപ്പോൾ മേപ്പോട്ടാണ് സഞ്ചരിച്ചത്. മേപ്പോട്ട് എത്ര മീറ്റർ? 2 മീറ്റർ അല്ലേ മേപ്പോട്ട് സഞ്ചരിച്ചത്. ഇനി നമ്മുടെ ചോദ്യം, ഇപ്പോൾ ഇയാൾ ഇവിടെ വന്ന് നിന്നു, ഇപ്പോൾ ഇവിടെ വന്ന് എത്തി. ആദ്യമേ വടക്കോട്ട് പോയി, പിന്നെ അവിടെ നിന്ന് ശേഷം വലത്തോട്ട് തിരിഞ്ഞു, പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞു. നമ്മുടെ ചോദ്യം ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ദിശയിലാണെന്ന്. മേപ്പോട്ട് തന്നെയല്ലേ പോകുന്നത്. മേപ്പോട്ടുള്ള ദിശ എന്ന് പറയുന്നത് ഏതാ? വടക്കല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഇപ്പോൾ ആ കുട്ടി സഞ്ചരിക്കുന്നത് ഏത് ദിശയിലാണ്? വടക്ക് ദിശയിൽ. മേപ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ വടക്ക് ദിശ. ഒരു കച്ചവടക്കാരൻ 2 വാച്ചുകൾ 5000 രൂപ വീതം വിലയ്ക്ക് വാങ്ങി. ആദ്യത്തേത് 10% ലാഭത്തിനും രണ്ടാമത്തേത് 10% നഷ്ടത്തിനും വിറ്റാൽ അയാൾക്കുണ്ടാകുന്ന ലാഭം ഓർ നഷ്ടശതമാനം എത്ര? നമുക്ക് ആൻസറിലേക്ക് വരാം. ഒന്നാമത്തെ വാച്ച് വാങ്ങിയ വില 5000 രൂപയാണ്. രണ്ടാമത്തെ വാച്ചും വാങ്ങിയ വില 5000 രൂപയാണ്. അയാൾ എന്ത് ചെയ്തു? ആദ്യത്തെ വാച്ച് 10% ലാഭത്തിനല്ലേ വിറ്റേ. അപ്പോൾ 5000ൻ്റെ 10% ലാഭം എന്ന് പറയുമ്പോൾ 10ൂടെ ലാഭം. ശതമാനം നമ്മൾ 100ലല്ലേ പറയുന്നത്. 10ൂടെ ലാഭം എന്ന് പറയുമ്പോൾ 100 ഉണ്ടായിരുന്നത് 110 മാറി. ഈ ഒരു 0 ഒരു 0 കളയാം, ഈ ഒരു 0 ഒരു 0 കളയാം. അപ്പോൾ 11 × 5 55, 2 0 5500 എന്ന് വരും. അപ്പോൾ ഒന്നാമത്തെ വാച്ച് വിറ്റ വിലയാണ് എത്ര? 5500. 5000 രൂപയ്ക്ക് വാങ്ങിയ ഒന്നാമത്തെ വാച്ച് 5500 വിറ്റ്. 5000ൻ്റെ 10% ലാഭം എന്ന് പറയുമ്പോൾ 110 ആയി. അതാണ് 5500. ഇനി രണ്ടാമത്തെ വാച്ചിലേക്ക് വന്നേ. രണ്ടാമത്തെ വാച്ച് വാങ്ങിയത് 5000 രൂപയ്ക്ക്. സെക്കൻഡ് വാച്ച് വാങ്ങിയത് 5000 രൂപയ്ക്ക്. അത് 10% നഷ്ടത്തിനല്ലേ അയാൾ വിറ്റ്. 10% നഷ്ടം. ശതമാനം നമ്മൾ 100ൽ പറഞ്ഞു. 10 നഷ്ടം എന്ന് പറയുമ്പോൾ 90 എന്ന് എഴുതി. ഇനി കട്ട് ചെയ്താൽ പോരെ. ഈ ഒരു 0 ഒരു 0 കളയാം, ഈ ഒരു 0 ഒരു 0 കളയാം. 9 × 5 45, 2 0 എന്ന് കിട്ടി. അപ്പോൾ 4500 എന്ന് വന്നു. ഒന്നാമത്തെ വാച്ച് 5000ന് വാങ്ങി, അത് 5500 വിറ്റു. രണ്ടാമത്തെ വാച്ച് 5000ന് വാങ്ങി, അത് 4500 വിറ്റു. നോക്കിക്കേ, 2 വാച്ചും കൂടി ആകെ വാങ്ങിയ വില നോക്കിക്കേ. വാങ്ങിയ വില ഈ 5000വും 5000വും ആകെ 10000 രൂപയ്ക്കാണ് വാങ്ങി. 5000 + 5000 എന്ന് പറയുമ്പോൾ 10000 ആയില്ലേ. അതേപോലെ 2 വാച്ചും വിറ്റ വില നോക്കിക്കേ. ഇവിടെ 5500 ഉണ്ട്, ഇവിടെ 4500 ഉണ്ട്. 5500ഉം 4500 കൂട്ടുമ്പോൾ വിറ്റതും എത്ര തന്നെയാണ്? 10000ന് തന്നെയല്ലേ. 10000 രൂപയ്ക്ക് വിറ്റു. 10000ന് വാങ്ങി, 10000ന് വിറ്റു. അപ്പോൾ അയാൾക്ക് കച്ചവടത്തിൽ ലാഭവുമില്ല നഷ്ടവുമില്ല. ഇനി ഇത്ര ഒരു ചോദ്യം വന്നാൽ ഇത്ര സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് സമയം കളയരുത്. ഒരേ വിലയുള്ള 2 വസ്തുക്കൾ വാങ്ങി. ആ സെന്റൻസ് ഒന്ന് അടിവരെ കൊടുക്കണം. ഒരേ വിലയുള്ള 2 വസ്തുക്കൾ വാങ്ങി. ഒരെണ്ണം A% ലാഭത്തിനും മറ്റൊരെണ്ണം A% നഷ്ടത്തിനും അത് വിറ്റാൽ കച്ചവടത്തിൽ ലാഭവുമില്ല നഷ്ടവുമില്ല. കച്ചവടത്തിൽ ലാഭവുമില്ല നഷ്ടവുമില്ല. ഈ ഒരു സെന്റൻസ് ആണ് വാങ്ങി. ഒരേ വിലയുള്ള 2 സാധനം വാങ്ങി. ഒരെണ്ണം A% ലാഭത്തിനും മറ്റൊരെണ്ണം അടുത്തത് A% നഷ്ടത്തിനും വിറ്റാൽ മൊത്തം കച്ചവടത്തിൽ ലാഭവുമില്ല നഷ്ടവുമില്ല. അതെങ്ങനെ വന്നെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്സാമിന് ഇനി ക്വസ്റ്റ്യൻ വന്നാൽ ഇത്ര എഴുതിയാൽ മതി. ലാഭവുമില്ല നഷ്ടവുമില്ല. 10000ന് വാങ്ങി, 10000ന് വിറ്റു എന്ന് പറയുമ്പോൾ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. ഒരു ക്ലോക്ക് 4 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുത്തുവെങ്കിൽ 7 മണി അടിക്കാൻ എത്ര സെക്കൻഡ് വേണം? ഒരു ക്ലോക്ക് 4 മണി അടിക്കാൻ 8 സെക്കൻഡ് എങ്കിൽ 7 മണി അടിക്കാൻ എത്ര സെക്കൻഡ്? ഇത് ക്രോസ് ചെയ്ത് വെക്കരുത്. പലർക്കും ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കാൻ തോന്നും. അത് ചെറിയൊരു സ്റ്റെപ്പ് ചെയ്തിട്ടേ ശേഷമേ ക്രോസ് ചെയ്യാവുള്ളൂ. ഇവിടെ മണി അടിക്കുന്നു. ശ്രദ്ധിച്ചേ. 4 മണി, 1 മണി, 2 മണി, 3 മണി, 4 മണി. അവിടെ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക. എത്ര ഗ്യാപ്പ്, എത്ര ഇടവേള? താണ്ട് ഒരു ഇടവേള, വീണ്ടും ഒരു ഇടവേള. 4 മണി അടിക്കുമെന്ന് പറഞ്ഞാൽ എത്ര ഇടവേളയാണ്? 3 ഇടവേളയല്ലേ. അപ്പോൾ 3 ഗ്യാപ്പിനെടുത്ത ടൈം, 3 ഗ്യാപ്പിനുള്ള ടൈമാണ് 8 സെക്കൻഡ്. അപ്പോൾ 4 മണി അടിക്കുക എന്ന് പറഞ്ഞാൽ 3 ഗ്യാപ്പാണ് വന്നത്.
1, 2, 3. ആ മണിയിൽ നിന്ന് ഒന്നങ്ങ് കുറച്ചാൽ മതി, അതാണ് 3 ഗ്യാപ്പ്. എങ്കിൽ ഇവിടെ 7 മണി, 7 മണി എന്ന് പറയുമ്പോൾ എത്ര ഗ്യാപ്പ് ആയിരിക്കും നിങ്ങൾ പറഞ്ഞ്? 4 മണി എന്ന് പറയുമ്പോൾ 3 ഗ്യാപ്പ്, 1 കുറച്ച് 3 എഴുതി, 4 1 കുറച്ച് 3 എഴുതി. അപ്പോൾ 7 മണി എന്ന് പറയുമ്പോൾ എത്ര ഗ്യാപ്പ്, എത്ര ഇടവേളകളാണ് വരുന്നത്? 6 ഇടവേളയല്ലേ? 7 1 കുറച്ച് 6, 6 ഗ്യാപ്പിന് വേണ്ടുന്ന ടൈം എന്നാണ് നമ്മുടെ ചോദ്യം. ഇനി നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് ചെയ്യുക. 6 ഇൻറ്റു 6നെ 8 കൊണ്ട് ഗുണിക്കുന്നു ബൈ താഴെ ഇതിനെ ക്രോസ് വെക്കാനില്ലാത്തതുകൊണ്ട് അത് താഴെ എഴുതി. ഇവിടെ 6 3 കൂടെ കട്ട് ചെയ്യാം, 2 2 ഇൻറ്റു 8 16. ക്വസ്റ്റിൻ്റെ ആൻസർ 16 സെക്കൻഡ് വേണം. ഒന്നുകൂടെ നോക്കിക്കേ, 4 മണി അടിക്കാൻ 8 സെക്കൻഡ്. 4 മണി എന്ന് പറഞ്ഞാൽ എത്ര ഗ്യാപ്പാണ് വരുന്നത്? ആണ്ടെ 1 മണി, 2 മണി, 3 മണി, 4 മണി. ആണ്ടെ ഇതൊരു ഗ്യാപ്പാ, ഇതൊരു ഗ്യാപ്പാ, ഇതൊരു ഗ്യാപ്പാ. 4 മണി എന്ന് പറഞ്ഞാൽ 3 ഗ്യാപ്പാ. ആ 3 ഗ്യാപ്പിനാണ് 8 സെക്കൻഡ്. കണ്ടുപിടിക്കേണ്ടത് 7 മണി. 7 മണി എന്ന് പറയുമ്പോൾ എത്ര ഗ്യാപ്പാണ് വരുന്നത്? 6 ഗ്യാപ്പല്ലേ? 6 ഗ്യാപ്പിന് എത്ര എന്നാ ചോദ്യം. അല്ലാതെ ഇവിടെ വെച്ച് നിങ്ങൾ ക്രോസ് ചെയ്ത് വെച്ചാൽ ആൻസർ കിട്ടില്ല. പറയുന്ന കാര്യം മനസ്സിലാക്കിക്കോണേ. അപ്പോൾ ഇനി ക്രോസ് ചെയ്തു, 6 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ, ഇതിനെ ക്രോസ് വെക്കാനില്ലാത്തതുകൊണ്ട് ബൈ 3 കട്ട് ചെയ്തു, 2 8 16. ആൻസർ 16 എന്ന് വരും. ഓരോ 5 മണിക്കൂറിലും ഒരാൾ 5 കിലോമീറ്റർ ഒഴുക്കിനെതിരെയും 20 കിലോമീറ്റർ ഒഴുക്കിന് അനുകൂലമായും നീന്തുന്നു. എന്നാൽ ഒഴുക്കിൻ്റെ വേഗത എത്ര? നമുക്ക് ആൻസറിലേക്ക് വരാം. ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ചോദ്യം. ബോട്ട് ആൻഡ് സ്ട്രീമിനെ നമ്മൾ ഒരു വരയിൽ സൂചിപ്പിക്കാൻ പോവാം. ഏറ്റവും മേളിൽ നോക്കിക്കേ, ഒഴുക്കിന് അനുകൂലമായ വേഗത. ഏറ്റവും താഴെ നോക്കി, ഏറ്റവും മേളിൽ ഒഴുക്കിന് അനുകൂലം, അതിന് ഏറ്റവും താഴെ ഒഴുക്കിനെതിരെ. ഒഴുക്കിന് അനുകൂലം, ഇത് ഒഴുക്കിന് എതിരെ. അതിൻ്റെ നടുക്ക് വന്നിരിക്കുന്ന നോക്കി, നിശ്ചല ജലത്തിലെ വേഗത. അത് വ്യക്തിയുടെ ആകാം, ബോട്ടിൻ്റെ ആകാം, എന്തോ ആണോ പറഞ്ഞത് അത്. ഇനി അതിൻ്റെ താഴെ മേളിലും ഒഴുക്കിൻ്റെ വേഗത. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കണേ, ഏറ്റവും മേളിൽ ഒഴുക്കിന് അനുകൂലം, ഒഴുക്കിൻ്റെ കൂടെ തന്നെ പോന്നു. ഏറ്റവും താഴെ ഒഴുക്കിന് എതിരെ. നടുക്ക് വരുന്നത് നിശ്ചല ജലത്തിലെ വേഗത. അതിൻ്റെ താഴെ മേളിലും ഒഴുക്കിൻ്റെ വേഗത. ഇത് 5 എണ്ണം ഒന്ന് അടയാളപ്പെടുത്തുന്നതെന്ന് പഠിച്ചോണേ. 5 കാര്യങ്ങൾ ക്ലിയർ ആണോ? ഏറ്റവും മേളിൽ ഒഴുക്കിന് അനുകൂലം, താഴെ ഒഴുക്കിനെതിരെ, നടുക്ക് നിശ്ചല ജലം, അതിൻ്റെ താഴെ മേളിലും ഒഴുക്ക്. ഇത് രണ്ടും സെയിം തന്നെ, ഒഴുക്കിൻ്റെ വേഗത. നോക്കാം നമുക്ക് ചോദ്യം എന്തോ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ഒരാൾ 5 മണിക്കൂർ കൊണ്ട് ഒഴുക്കിന് എതിരെ 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ അയാളുടെ വേഗത കണ്ടുപിടിക്കും. 5 മണിക്കൂർ കൊണ്ടാണ് 5 കിലോമീറ്റർ. വേഗത എന്ന് പറയുമ്പോൾ 1 മണിക്കൂറിലല്ലേ. അപ്പോൾ 1 മണിക്കൂർ, 5 മണിക്കൂർ കൊണ്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 1 കിലോമീറ്റർ ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ ആ 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1 കിലോമീറ്റർ പെർ അവർ. അയാളുടെ ഒഴുക്കിനെതിരെയുള്ള വേഗത 1 കിലോമീറ്റർ പെർ അവർ ആണെന്ന് കിട്ടി. 5 മണിക്കൂർ കൊണ്ടാണ് 5 കിലോമീറ്റർ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 1 കിലോമീറ്റർ തന്നെയാണ്. അതേപോലെ ഒഴുക്കിന് അനുകൂലമായി നോക്കിയ പ്രത്യേകത, 5 മണിക്കൂർ കൊണ്ടാണ് 20. 5 മണിക്കൂർ കൊണ്ട് 20 സഞ്ചരിക്കുന്നു. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 20/5 എന്ന് പറയുമ്പോൾ 4 കിലോമീറ്റർ പെർ അവർ അല്ലേ. ഒഴുക്കിന് അനുകൂലമായി 5 മണിക്കൂർ കൊണ്ടാണ് 20. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 4 അല്ലേ, 4 കിലോമീറ്റർ പെർ അവർ. ഏറ്റവും താഴെ 1 കിലോമീറ്റർ പെർ അവർ. മേളത്തത് ഒഴുക്കിന് അനുകൂലമായ വേഗത 4 കിട്ടി. ഏറ്റവും താഴത്തത് ഒഴുക്കിന് എതിരെയുള്ള വേഗത 1 കിട്ടി. ഇനി നമുക്ക് നടുക്കലത്തെ കണ്ടുപിടിക്കാൻ, നിശ്ചല ജലത്തിലെ അയാളുടെ വേഗത കണ്ടുപിടിക്കാൻ ഈ മേളത്തെയും ഈ താഴത്തെയൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി, ഈ മേളിൽ കിടക്കുന്ന വാല്യൂവും ഈ താഴെ കിടക്കുന്ന വാല്യൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി, ഈ 4ഉം ഈ 1 കൂടെ കൂട്ടി, 4ഉം 1ഉം 5 അല്ലേ, 5ന്റെ പകുതി. നടുക്കലത്തെ എന്ന് പറയുമ്പോൾ മേളത്തെയും താഴത്തെയൂടെ കൂട്ടുക അതിൻ്റെ പകുതി. 5ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര പറ? 2.5 കിലോമീറ്റർ പെർ അവർ അല്ലേ. അപ്പോൾ 2.5 കിലോമീറ്റർ പെർ അവർ. ഏറ്റവും മേളത്തെയുണ്ട്, മേളത്തേനെ വിളിക്കുന്നത് ഒഴുക്കിന് അനുകൂലം. ഏറ്റവും താഴത്തേനെ വിളിക്കുന്നത് ഒഴുക്കിനെതിരെ. അപ്പൊ താഴത്തെ ഉണ്ട്, മേളത്തെ ഉണ്ടെങ്കിൽ നടുക്കലത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ, നിശ്ചല ജലത്തിലെ കണ്ടുപിടിക്കാൻ മേളത്തെയും താഴത്തെയോടെ കൂട്ടുക, അതിന്റെ പകുതി എടുക്കുക. ഈ 4ഉം 1 കൂടെ കൂട്ടി 5, 5ന്റെ പകുതി 2.5. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇനി നമ്മുടെ ലോജിക്ക ഇവിടെ നോക്കിയേ, ഇവിടെ ഉണ്ടായിരുന്ന 2.5 എത്രയായിട്ട് മാറി? 4ആയിട്ട് മാറി. അല്ലെങ്കിൽ തിരിച്ചു നോക്കിയേ, 2.5 1ആയിട്ടല്ലേ മാറി? എങ്ങനെ വേണം ചിന്തിക്കാം. 2.5 4.5 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും സ്പീഡ് കൂടിയത്? 2.5 4.5 എന്ന് പറയുമ്പോൾ 1.5 കൂടിയേ. 2.5യുടെ കൂടെ 1.5യുടെ കൂട്ടുമ്പോഴല്ലേ 4.5 കിട്ടുന്നത്. അപ്പോൾ ഒഴുക്കിന്റെ വേഗത എന്ന് പറയുന്നത് എത്ര? 1.5 കിലോമീറ്റർ പെർ അവർ. താഴോട്ട് നോക്കിയാലും 2.5 1ആയിട്ട് മാറി എന്ന് പറഞ്ഞാലും അവിടെയും 1.5 കിലോമീറ്റർ പെർ അവർ അല്ലേ. കാര്യം മനസ്സിലായോ?
ഒന്നുകൂടെ നോക്കിക്കേ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഒഴുക്കിന് മേളിലിടുന്നത് എന്തുവാ? ഒഴുക്കിന് അനുകൂലമായ വേഗത. താഴെ ഇടുന്നത് എന്തുവാ? ഒഴുക്കിന് എതിരെയുള്ള വേഗത. നടുക്കെഴുതുന്നത് നിശ്ചല ജലത്തിലെ വേഗത. അതിൻ്റെ താഴെ മേളും ഒഴുക്കിൻ്റെ വേഗത. ഇനി ചോദ്യം ഒരു പ്രാവശ്യം വായിച്ചേ. ഒരാൾ 5 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യുന്നു? 5 മണിക്കൂർ കൊണ്ട് ഒഴുക്കിന് അനുകൂലമായി 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ അയാളുടെ വേഗത എന്ന് പറയുമ്പോൾ 5/5 1 കിലോമീറ്റർ/അവർ. ഒഴുക്കിനെതിരെയുള്ളതാണ്. ഒഴുക്കിനെതിരെയുള്ള വേഗത 1 കിലോമീറ്റർ/അവർ. ഇനി അയാൾ തന്നെ എന്ത് ചെയ്തു? 5 മണിക്കൂർ കൊണ്ട് ഒഴുക്കിന് അനുകൂലമായി 20 സഞ്ചരിക്കുന്നു. അപ്പോൾ അയാളുടെ വേഗത കണ്ടുപിടിക്കാൻ 20/5 എന്ന് പറയുമ്പോൾ 4 അല്ലേ? അപ്പം മേളത്തെ ക്വാണ്ടിറ്റിയും കിട്ടി, താഴത്തെ ക്വാണ്ടിറ്റിയും കിട്ടി. മേളത്ത് 4 കിട്ടി, താഴത്ത് 1 കിട്ടി. നടുക്കളത്തെ കണ്ടുപിടിക്കാൻ, നിശ്ചല ജലത്തിലെ അയാളുടെ വേഗത കണ്ടുപിടിക്കാൻ ഈ മേളത്തെയും താഴത്തെയോടെ കൂട്ടുക. ഈ 4ഉം ഒന്നുകൂടെ കൂട്ടി 5. അതിന്റെ പകുതി, 5ന്റെ പകുതിയാണ് എത്ര വന്നേ? 2.5 വന്നേ. അപ്പൊ നടുക്കളത്ത് നമുക്ക് കിട്ടി 2.5. ഇനി ലോജിക്കാണ്, ചിന്തിച്ചേ. ഈ 2.5 എത്രയായിട്ട് മാറി? 4 മാറിയല്ലേ? 2.5 എന്ന് പറയുന്ന സംഖ്യ 4 മാറി. 2.5 4 പറഞ്ഞാൽ എത്ര കൂടണ്ടേ? 1.5 അല്ലേ കൂടണ്ടേ? അതാണ് നമ്മൾ വിളിക്കുന്ന പേര് ഒഴുക്ക്, ഒഴുക്കിന്റെ വേഗത. അല്ലെങ്കിൽ തിരിച്ചു ചിന്തിക്കുക, 2.5 1 മാറി. 2.5 1 പറഞ്ഞാൽ 1.5 അല്ലേ അവിടെയും വ്യത്യാസം? അപ്പൊ അവിടെ എത്ര തന്നെയാ? 1.5. ഇവിടെ രണ്ടിടത്തും സെയിം തന്നെ അല്ലേ? ഒഴുക്കിന്റെ വേഗത എന്ന് പറയുമ്പോൾ എത്ര വരും? 1.5 കിലോമീറ്റർ/അവർ. ക്വസ്റ്റിന്റെ ആൻസർ 1.5 കിലോമീറ്റർ/അവർ. നമ്മുടെ ചോദ്യം 5/16 തുല്യമായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഒന്നാമത് തന്നിരിക്കുന്നത് 10/32 ഉണ്ട്, 0.3125 ഉണ്ട്, 3125/1000 ഉണ്ട്, 125/400 ഉണ്ട്. നമുക്ക് നോക്കാം ഓരോന്നും തുല്യമാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഇവിടെ 5/16 അല്ലേ? 5/16 ഫസ്റ്റ് ഓപ്ഷനിലേക്ക് വന്നേ. മേളിൽ എത്ര കിടക്കുന്നത്? 10 അല്ലേ? ഈ 5നെ 10 ആക്കാൻ മേളിൽ എത്ര കൊണ്ട് ഗുണിച്ചു? 2 കൊണ്ട് ഗുണിച്ചു. മേളിൽ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ താഴെ 2 കൊണ്ട് തന്നെ ഗുണിക്കണ്ടേ? അപ്പോൾ 5 × 2 10, 10/16 × 2 32. അപ്പോൾ ഒന്നാമത്തെ ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ പറ. ഇവിടെ 10/32. അപ്പോൾ 5/16 തുല്യം തന്നെയാണ് എത്ര? 10/32. അടുത്ത ഇനി ദശാംശത്തിലേക്കാണ് വന്നേക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് ആ ദശാംശത്തിലേക്ക് വരാം. ശ്രദ്ധിക്കണേ, 5/16 ഞാൻ അതേപോലെ തന്നെ എഴുതി. ഈ രണ്ടാമത്തെ പിന്നെ നമുക്ക് എഴുതാം. മൂന്നാമത്തെ ഒന്ന് ചെക്ക് ചെയ്യും. ഇവിടെ മേളിൽ കിടക്കുന്നത് 3125 അല്ലേ? ഈ 3125 എന്തിൻ്റെ ടൈമിലോട്ട് കൊണ്ടുവരണം? 5ൻ്റെ ടൈമിലോട്ട് ആക്കണം. 5 എത്ര പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 3125 കിട്ടണം നോക്കണം. അതിന് വേണ്ടി നമുക്ക് നോക്കാം. 5നെ 625 കൊണ്ട്, അതായത് 5/4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എത്ര കിട്ടുന്നത്? അല്ലെങ്കിൽ 5 × 620 ഞാൻ എത്ര വരുന്നത്? 3125 വരുന്നത്. അപ്പോൾ താഴെ നമ്മൾ അതിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 625 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണോ? അപ്പോൾ 5 × 625 എന്ന് പറഞ്ഞതാണ് 3125. താഴെ നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കിയേ. 16നെ 625 കൊണ്ട് 16 × 625 എന്ന് പറയുമ്പോൾ 10,000 വരുന്നത്. 3125/10,000 എന്നാണ് വരുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് എന്തുവാ? 3125/1000. അത് ശരിയാവുമോ? അപ്പോൾ അവിടെ നിന്ന് അത് മനസ്സിലായി അത് തെറ്റാണെന്ന്. ഒന്നുകൂടി, ഈ 3125 കിട്ടാൻ 5നെ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 625 കൊണ്ടാണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ 3125 5 കൊണ്ട് ഹരിച്ച് നോക്കിയാലും മതി. അപ്പോൾ ഈ സംഖ്യ കിട്ടും. മേളിൽ ഇതുകൊണ്ട് ഗുണിച്ചപ്പോൾ താഴെ ഇതുകൊണ്ട് തന്നെ ഗുണിച്ചു. അപ്പോൾ നമുക്ക് വന്നത് 3125/10,000 എന്ന് കിട്ടി. നോക്കിയേ, ഇവിടെ പക്ഷേ 3125 എത്ര കിടക്കുന്നത്? 1000. അപ്പോൾ ഇത് തുല്യമാണോ? ഇതിന് തുല്യമാണോ ഇത്? 10,000 ആയിരുന്നെങ്കിൽ തുല്യമെന്ന് എഴുതാം. അപ്പം മൂന്നാമത്തെ തെറ്റാണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തിലേക്ക് വന്നേ. നമുക്ക് ഓൾറെഡി കിട്ടി 5/16. അതിന് തുല്യം 3125/10,000. 10,000 കൊണ്ട് ഹരിക്കുമെന്നാൽ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ മതി? 10,000ന് 4 0 അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് 4 സ്ഥാനം മാറ്റുന്നു. 4 ഒക്കെ മാറ്റിയാൽ 0.1234 3125 0.3125. അത് തന്നെയല്ലേ കിടക്കുന്നത്? അപ്പോൾ രണ്ടാമത്തെ ശരിയാണ്. ഒന്നാമത്തെ ശരിയായി, രണ്ടാമത്തെ ശരിയായി, മൂന്നാമത്തെ തെറ്റാണ്. ഇവിടെ 10,000 വന്നിരുന്നെങ്കിൽ ശരിയായതിന്. ഇനി നാലാമത്തോടെ നമുക്ക് ചെക്ക് ചെയ്യാം. ശ്രദ്ധിക്കണേ, ഇവിടെ കിടക്കുന്നത് 125. നമുക്ക് വേണ്ടത് 5/16. ഈ 5നെ 125 ആക്കാൻ, 5നെ 125 ആക്കാൻ 25 കൊണ്ട് ഗുണിച്ചാൽ പോരെ? മേളിൽ 25 കൊണ്ട് ഗുണിക്കുമ്പോൾ താഴെ എത്ര കൊണ്ട് തന്നെ ഗുണിക്കുന്നു? 25 കൊണ്ട് ഗുണിക്കുന്നു. 5 × 25 125. 16 × 25 എത്ര തന്നെയാണ്? 400 തന്നെയാണ്. അപ്പോൾ ഏതും ശരിയാണ്, നാലാമത്തെ ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ വരും? 1, 2, 4 ശരി എന്ന് പറഞ്ഞ ഓപ്ഷൻ കറപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കിയേ. A = 3/4 B, B = 3/2 C, C = 2/3 D ആണെങ്കിൽ B ഈസ് ടു D എത്ര എന്നാണ് ചോദ്യം. ബിയും ഡിയും തമ്മിലുള്ള അംശബന്ധം.
ഒന്നുമില്ല, ബേസിക് കാര്യങ്ങളേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ബിനെ മാത്രം ഞാൻ ഇപ്പുറം കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? എ ബൈ ബി. എ ബൈ ബി ഇസ് ഈക്വൽ ടു 3/4. ബൈ മാറ്റി ഒന്ന് ഈസ്റ്റു ആക്കിയാലോ? A ഈസ്റ്റു ബി 3:4 എന്ന് കിട്ടത്തില്ലേ? അതേപോലെ ഈ സീനെ മാത്രം ഞാൻ ഇപ്പുറം കൊണ്ടുവന്നു. ബി ബൈ സി. ബി ബൈ സി ഇസ് ഈക്വൽ ടു 3/2. അതേപോലെ ഈ ഡി എയും കൂടി ഞാൻ ഇപ്പുറം കൊണ്ടുവന്നു. സി ബൈ ഡി. സി ബൈ ഡി ഇസ് ഈക്വൽ ടു 2/3. ഈസ്റ്റു മാറ്റി നമുക്ക് ഫുൾ ആയിട്ടുള്ള റേഷ്യോ ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ബി ഈസ്റ്റു ഡി മാത്രം മതി, ഫുള്ളായിട്ട് 4 എണ്ണം ഒന്ന് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ജസ്റ്റ് ആ വാല്യൂസ് ഒന്ന് കൊടുത്തേ. എ ഈസ്റ്റു ബി കയ്യിലുള്ളത് 3:4. എയുടെയും ബിയുടെയും സ്ഥാനത്ത് 3 എന്നും 4 എന്നും കൊടുത്തു. എ ഈസ്റ്റു ബി 3:4 എടുത്തെഴുതി. അടുത്ത ബി ഈസ്റ്റു സി 3:2 ആ കിടക്കുന്നത്. ബി ഓൾറെഡി 4 എന്ന് എഴുതി, അപ്പോൾ അതിന്റെ താഴത്തോട്ട് കൊടുക്കുക 3:2. അടുത്തത് സി ഈസ്റ്റു ഡി. സി ഈസ്റ്റു ഡി കിടക്കുന്നത് 2:3. സി ഓൾറെഡി 2 എന്ന് എഴുതി, അതിന്റെ താഴത്തോട്ട് വേണമെങ്കിൽ കൊടുക്കാം 2:3. ഇനി ഫില്ല് ചെയ്യാനുള്ളതെല്ലാം ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ 4നെ തന്നെ ആ വരിയിൽ അങ്ങോട്ട് അങ്ങ് എഴുതുക. 4 ഇവിടെ 4 തന്നെ എഴുതി. നോക്കിയേ, ഈ 3നെ തന്നെ ഇങ്ങോട്ട് എഴുതി, ഈ 2നെ തന്നെ ഇങ്ങോട്ട് എഴുതി. ഇനി താഴത്തെ വരിയിൽ ഫില്ല് ചെയ്യാൻ ഇങ്ങോട്ടുള്ളതല്ലേ, അപ്പോൾ ഈ കിടക്കുന്ന 2നെ തന്നെ ഇങ്ങോട്ട് കൊടുത്തു. ഗുണിച്ചൊന്ന് പറ. 3 × 3 9, 9 × 2 18 എന്ന് കിട്ടി. 4 × 3 12, 12 × 2 24 എന്ന് കിട്ടി. 4 × 2 8, 8 × 2 16 എന്ന് കിട്ടി. 4 × 2 8, 8 × 3 24 എന്ന് കിട്ടി. എയും ബിയും സിയും ഡിയും എല്ലാം നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടുന്ന എന്ത് മാത്രമേ ഉള്ളൂ? ബിയും ഡിയും. നോക്കിക്കേ, ബി കിട്ടിയ എത്ര? 24 അല്ലേ? ബിയുടെ സ്ഥാനത്ത് കിട്ടി 24. ഡിയും കിട്ടിയ എത്ര തന്നെ? 24 അല്ലേ? അപ്പോൾ ബിയും ഡിയും മാത്രം എഴുതിയാൽ മതി. നമ്മുടെ ചോദ്യത്തിന് ആൻസർ ബി ഈസ്റ്റു ഡി. ബി ഈസ്റ്റു ഡി എന്ന് പറയുമ്പോൾ എത്ര വരും? ഇവിടെയും ബി 24 ആണ്, ഡി 24. 24:24. ചെറുതാക്കിക്കൂടെ? 24 24 ഒരു പ്രാവശ്യം, വീണ്ടും 24 24 ഒരു പ്രാവശ്യം. ക്വസ്റ്റ്യന്റെ ആൻസർ 1:1. ചോദ്യത്തിന്റെ ആൻസർ 1:1. സമയം എന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ ഇപ്രകാരം മറുപടി പറഞ്ഞു: പിന്നിട്ട സമയത്തിൻ്റെ 1/5 അവശേഷിക്കുന്ന സമയവും തുല്യം എങ്കിൽ സമയം എന്തായിരിക്കും? നമുക്ക് ആൻസറിലേക്ക് വരാം. പിന്നിട്ട സമയത്ത് നമ്മൾ എന്തായിട്ട് സങ്കല്പിക്കുന്നു? എക്സ് ആയിട്ട് സങ്കല്പിക്കുന്നു. അയാൾ പറഞ്ഞേക്കുന്ന കാര്യം നോക്കിക്കേ. പിന്നിട്ട സമയത്തിൻ്റെ 1/5 ഭാഗം. അപ്പോൾ എക്സിൻ്റെ 1/5 ഭാഗം അവശേഷിക്കുന്ന സമയത്തിന് തുല്യം. തുല്യം എന്ന് കാണിക്കാൻ നമ്മൾ സമം ഇട്ടു. അവശേഷിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൽ ആകെ 24 മണിക്കൂറാണ്. അതായത് എത്ര സമയം പിന്നിട്ടു? എക്സ് സമയം പിന്നിട്ടു നമ്മൾ എഴുതി. അപ്പോൾ ബാക്കി അവശേഷിക്കുന്ന പറഞ്ഞാൽ 24 എന്ത് കുറയ്ക്കുന്നതായിരിക്കും? എക്സ് കുറയ്ക്കുന്നതല്ലേ? അപ്പോൾ 24 - എക്സ്. ഇങ്ങനെ എഴുതിയതിൻ്റെ റീസൺ എന്താ? പിന്നിട്ട സമയത്ത് നമ്മൾ എക്സ് എന്ന് എടുത്തു. ആ എക്സിന്റെ 1/5, പിന്നിട്ട സമയത്തിന്റെ 1/5 ഭാഗം എന്ന് പറയുന്നത് സമം അവശേഷിക്കുന്ന, മൊത്തത്തിൽ 24 ഉണ്ട്, പിന്നിട്ടത് എക്സാ. അപ്പൊ അവശേഷിക്കുന്നത് 24 - എക്സാ. അത് രണ്ടും തുല്യമാണെന്ന് കാണിക്കുന്നതാണ് എക്സ് കൊടുത്ത്. ഇനി ഒന്ന് ഗുണിച്ചാൽ പോരെ? ഈ 5നെ വേണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് ക്രോസ് ചെയ്യുന്നു. 1 × x 1x എന്ന് കിട്ടി, അല്ലെങ്കിൽ 1x എന്ന് എഴുതാം. ഈ 5നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. പറ, 24നെ 5 കൊണ്ട് ഗുണിക്കാൻ. 24 × 5 120. ഈ കിടക്കുന്ന 5നെ ഈ എക്സും കൊണ്ട് ഗുണിക്കണം. 5 × x 5x. ചിഹ്നം മൈനസ് ആണ്, -5x. ഈ -5x ഇപ്പുറം കൊണ്ടുവന്നാൽ എന്തോ പ്ലസ് ആവത്തില്ലേ? 1x + 5x = 120. 1xും 5xോട് ചേർത്താൽ എത്ര? 6x എന്ന് കിട്ടി. 6xന്റെ വില 120. അതിനകത്ത് x = 120/6 എന്ന് വന്നില്ലേ? 120നെ 6 കൊണ്ട് ഹരിച്ചാൽ 20 മണി. 20 എന്ന് കിട്ടി. 120/6 20. 20 മണി. റെയിൽവേ ടൈം 20 മണി എന്ന് പറഞ്ഞാൽ എത്ര മണിയാ? കൃത്യസമയം എത്ര മണിയാ? 8 PM അല്ലേ? 8 മണി. അതായത് ആകെയുള്ള 20 മണി. 12 മണി കഴിഞ്ഞിട്ട് ഇനി 8 മണിയൂടെ വേണം. അതുകൊണ്ടാണ് 8 PM. ക്വസ്റ്റ്യന്റെ ആൻസർ 8 PM. ഒരു വൃത്തസ്തംഭത്തിന്റെ വക്രതല പരപ്പളവും പാദപരപ്പളവും തുല്യമാണ്. പാദത്തിന്റെ ആരവും സ്തംഭത്തിന്റെ ഉയരവും തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. എന്തോ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു വൃത്തസ്തംഭം, ഇംഗ്ലീഷിൽ പറയുന്ന പേര് എന്തുവാ? സിലിണ്ടർ. അതിന്റെ വക്രതല പരപ്പളവ്. വക്രം എന്ന് പറഞ്ഞാൽ ഈ ഉരുണ്ടിരിക്കുന്ന ഭാഗം, അതിനെ മാത്രം, ഈ കർവ് ചെയ്തിരിക്കുന്ന ഭാഗം മാത്രം. ഇംഗ്ലീഷിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയും. അതിന്റെ വക്രതല പരപ്പളവ്. അപ്പൊ ഈ ഉരുണ്ടിരിക്കുന്നതിന്റെയും പാദപരപ്പളവും, പാദം വൃത്തമല്ലേ, വൃത്തത്തിന്റെ പരപ്പളവും തുല്യമാണെന്ന് പറഞ്ഞു. വക്രതല പരപ്പളവും പാദപരപ്പളവും തുല്യം എന്ന് കാണിക്കാനാണ് നമ്മൾ സമയം ഇട്ടത്. ഇനി ഇതിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് വരാം. നോക്കാം പ്രത്യേകത. ഒരു വൃത്തസ്തംഭം അല്ലെങ്കിൽ ഒരു സിലിണ്ടർ, അതിന്റെ വക്രതല പരപ്പളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 2πRh. ഒരു വൃത്തസ്തംഭത്തിന്റെ വക്രതല പരപ്പളവിന്റെ ഇക്വേഷൻ 2πRh സമം
പാദപരപ്പളവ്. പാദം വൃത്താകൃതിയല്ലേ, വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്തുവാ? പൈ ആർ സ്ക്വയർ എന്നല്ലേ, വൃത്തത്തിന്റെ പരപ്പളവ് പൈ ആർ സ്ക്വയർ. അപ്പോൾ വക്രതല പരപ്പളവ് അല്ലെങ്കിൽ വക്രമുഖ പരപ്പളവ് അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ ഇക്വേഷൻ 2πr/h, പാദപരപ്പളവിന്റെ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ. അത് രണ്ടും തുല്യമായിട്ട് നമ്മൾ = കിട്ടും. ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു പൈ ഉണ്ട്, വെട്ടിക്കളയാം. ഇവിടെ ഒരു ആരം ആറുണ്ട്, ഇപ്പുറത്ത് ആർ സ്ക്വയർ. അപ്പോൾ ആർ സ്ക്വയറിന്റെ ഒരു ആറും ഈ ഒരു ആറൂടെ കട്ട് ചെയ്ത് കളയാം. നമുക്ക് അംശബന്ധം അല്ലേ വേണ്ടുന്നത്, എന്തൊക്കെ തമ്മിലുള്ള? ആരവും ഉയരവും തമ്മിലുള്ള. അപ്പോൾ ഈ ഉയരത്തിന് ഞാൻ അങ്ങ് അപ്പുറം കൊണ്ടുപോകാനേ, സമത്തിന് ഉയരത്തിനെ അപ്പുറം കൊണ്ടുവന്നാൽ ബാക്കിയുള്ളത് 2 അല്ലേ, അപ്പുറത്തുള്ളത് പറ 6 അല്ലേ. ഈ എച്ചിനെ ഞാൻ ഇങ്ങ് ഇപ്പുറം ആക്കുക, r/h. ഈ ഏതൊരു സംഖ്യയുടെയും ഛേദമായിട്ട് നമുക്ക് എത്ര എഴുതാം? ഏതൊരു സംഖ്യയുടെ താഴെ ഒന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് കിട്ടിയത് എന്തുവാ? 2/1 = r/h. നമ്മുടെ ചോദ്യം എന്തുവായിരുന്നു? ആരവും ഉയരവും തമ്മിലുള്ള അംശബന്ധം. റേഷ്യോ അല്ലേ വേണ്ടുന്നേ? പറ. ആരത്തിന്റെ സ്ഥാനത്ത് 2, ഉയരത്തിന്റെ സ്ഥാനത്ത് 1. ആൻസർ 2:1. ഒന്നുകൂടി, വക്രതല പരപ്പളവും പാദപരപ്പളവും തുല്യം. വക്രമുഖം എന്ന് പറഞ്ഞാൽ ഈ ഉരുണ്ടിരിക്കുന്നത്, അതിന്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാൻ, ഏരിയ കണ്ടുപിടിക്കാൻ 2πr/h. പാദപരപ്പളവ് കണ്ടുപിടിക്കാൻ പൈ ആർ സ്ക്വയർ. ഈ പൈയും നമുക്ക് കട്ട് ചെയ്യാം. ആർ സ്ക്വയറിന്റെ ഒരു ആറും ഈ ആർ സ്ക്വയറിന്റെ ഒരു ആറൂടെ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ എച്ചിനെ മാത്രം ഇപ്പുറമാക്കി. ഇവിടെ ഉള്ളത് r/h എന്നായി. ഇവിടെ ഉള്ളത് 2. ഏതൊരു സംഖ്യയുടെ ഛേദമായിട്ട് 1 കൊടുത്തൂടെ? നമുക്കിപ്പോൾ റേഷ്യോ കിട്ടി, r/h. ആരവും ഉയരവും തമ്മിലുള്ള അംശബന്ധം. ആൻസർ 2:1. നമുക്ക് ചോദ്യം നോക്കാം. 154/102 ഇൻറ്റു 236/458 എന്നതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ അവസാനത്തെ അക്കം കണ്ടുപിടിക്കാനാണ്. നമുക്ക് അവിടെ 4ന്റെ ഇവിടെ അവസാനം കിടക്കുന്നത് 4 അല്ലേ, ഇവിടെ അവസാനം കിടക്കുന്നത് 6 അല്ലേ. അപ്പോൾ 4ന്റെയും 6ന്റെയും പ്രത്യേകം നമുക്കൊന്ന് നോക്കാം. ആദ്യമേ 4ന്റെ പ്രത്യേകം നോക്കാം. ശ്രദ്ധിച്ചേ, 4/1. 4/1 4 അല്ലേ. 4ന്റെ സ്ക്വയർ 16 അല്ലേ. 4ന്റെ ക്യൂബ് 4 × 4 × 4 64 അല്ലേ. 4/4 4നെ 4 പ്രാവശ്യം ഗുണിച്ചാൽ 256. 256. നോക്കിക്കേ, 4ന്റെ മേളിൽ 1 വന്നപ്പോൾ അവസാനത്തക്കം 4, 4ന്റെ മേളിൽ 2 വന്നപ്പം അവസാനത്തക്കം 6, 4ന്റെ മേളിൽ 3 വന്നപ്പോൾ അവസാനത്തക്കം 4, 4ന്റെ മേളിൽ 4 വന്നപ്പോൾ അവസാനത്തക്കം 6. എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ നോക്കിക്കേ. അവസാനം വരുന്നത് ഒന്നെങ്കിൽ 4 വരാം അല്ലെങ്കിൽ 6 വരാം. അപ്പോൾ അവിടുത്തെ പ്രത്യേകം നോക്കുക. ഒറ്റ സംഖ്യ വന്നപ്പം 1, 3 വന്നപ്പോൾ അവസാനം കിടക്കുന്നത് 4. 4ന്റെ മേളിൽ ഇരട്ട സംഖ്യ 2, 4 വന്നപ്പോൾ അവസാനത്തക്കം 6. അപ്പോൾ റൂള് പഠിച്ചോ. 4ന്റെ മേളിൽ ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ അവസാനത്തെ അക്കം എത്രയായിരിക്കും? 4 ആയിരിക്കും. 4ന്റെ മേളിൽ ഇരട്ട സംഖ്യ ഈവൻ നമ്പർ ആണ് വരുന്നതെങ്കിൽ ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ അവസാനത്തെ അക്കം എത്രയായിരിക്കും? 6 ആയിരിക്കും. 4ന്റെ മേളിൽ ഒറ്റ സംഖ്യ വന്നാൽ അവസാനം 4, 4ന്റെ മേളിൽ ഇരട്ട സംഖ്യ ആണെങ്കിൽ അവസാനം 6. 4ന്റെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ വേണ്ടുന്ന 6ന്റെയും കൂടെ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. 6/1 6 തന്നെ. 6ന്റെ സ്ക്വയർ 36. 6ന്റെ ക്യൂബ് 216. നിങ്ങൾ നോക്കിക്കേ, 6ന്റെ മേളിൽ ഏത് എണ്ണൽ സംഖ്യ വന്നാലും അവസാനത്തേക്ക് എത്ര തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. 2 റൂള് നമ്മൾ പഠിച്ചു. 4ന്റെ മേളിൽ ഒറ്റ സംഖ്യ വന്നാൽ 4, 4ന്റെ മേളിൽ ഇരട്ട സംഖ്യ വന്നാൽ അവസാനത്തേക്ക് 6. 6ന്റെ മേളിൽ ഏത് എണ്ണൽ സംഖ്യ വന്നാലും അവസാനത്തേക്ക് എത്ര തന്നെ? 6 തന്നെ. കിട്ടിയ 2 റൂൾസും. ഇനി നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞു നോക്കിയേ. ഇവിടെ 4 അല്ലേ, 4ന്റെ മേളിൽ 102. നമ്മൾ പഠിച്ച റൂള് 4ന്റെ മേളിൽ ഇരട്ട സംഖ്യ ആണെങ്കിൽ അവസാനം വരുന്ന അക്കം 6 ആയിരിക്കും. 102 ഇരട്ട സംഖ്യ അല്ലേ, അപ്പോൾ അവസാനത്തക്കം 6. എന്നാൽ 4ന്റെ മേളിൽ ഒറ്റ സംഖ്യ ആയിരുന്നെങ്കിൽ 4 കൊടുക്കും. 102 ഇരട്ട സംഖ്യ, 4ന്റെ മേളിൽ ഇരട്ട സംഖ്യ വന്നുകൊണ്ട് 6 എഴുതി. ഇൻറ്റു ഗുണനചിഹ്നം അതേപോലെ തന്നെ കൊടുത്തു. ഇവിടെ 6 അല്ലേ കിടക്കുന്നത്. 6ന്റെ മേളിൽ നമ്മൾ പഠിച്ചു 6ന്റെ റൂള്. 6ന്റെ മേളിൽ ഏത് വന്നാലും അവസാനം വരുന്ന അക്കം എത്ര ആയിരിക്കും? 6 ആണെന്ന് അറിയാം. 6ന്റെ മേളിൽ ഏത് വന്നാലും 6 തന്നെ. ഇപ്പൊ 6 × 6 ചെയ്യാൻ 6 × 6 36 അല്ലേ. 36ന്റെ അവസാനത്തെ അക്കം മാത്രം മതി. അതാണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഇംഗ്ലീഷിൽ യൂണിറ്റ് ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അവസാനത്തെ അക്കം എന്ന് പറയാം. ക്വസ്റ്റിന്റെ ആൻസർ എടുത്ത് 6. റൂള് മനസ്സിലായോ? 4ന്റെ മേളിൽ ഒറ്റ സംഖ്യ വന്നാൽ 4, 4ന്റെ മേളിൽ ഇരട്ട സംഖ്യ ആണെങ്കിൽ 6. ഇവിടെ ഇരട്ട സംഖ്യയാണ് വന്നത്, അതുകൊണ്ട് 6 കൊടുത്തു. ഇനി 6ന്റെ പവറായിട്ട് ഏത് വന്നാലും എത്ര തന്നെ? 6 തന്നെ. ഇത് 6/458. 6ന്റെ മേളിൽ ഏത് വന്നാലും 6 തന്നെ. 6 × 6 36ന്റെ 6. അവസാനത്തക്കം 6. ഒരു സംഖ്യ ഇരട്ടിയാക്കുമ്പോൾ 24, 18, 21, 10 എന്നിവ കൊണ്ട് കൃത്യമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ലഭിക്കും എങ്കിൽ സംഖ്യ എത്ര?
നമ്മുടെ ചോദ്യം എന്തോ, ഒരു സംഖ്യ ഇരട്ടിയാക്കുമ്പോൾ 24, 18, 21, 10 എന്നിവ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ലഭിക്കും. എന്നിവ കൊണ്ട് എന്ന് പറയുമ്പം എൽസ്യത്തിലേക്കല്ലേ വരണ്ടേ. അപ്പോൾ തന്നിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെ? 24, 18, 21, 10 എന്നിവ കൊണ്ട് എന്ന ചോദ്യത്തിനകത്ത് വന്നാൽ തരുന്ന സംഖ്യകളുടെ എൽസ്യം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലസാഗു കണ്ടുപിടിക്കുക. ലസാഗു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിനെങ്കിലും ഹരിക്കാൻ പറ്റിയാൽ മതി. ഇവിടെ 24, 18, 21 അതിനെ നമുക്ക് 3 കൊണ്ട് ഹരിച്ചുകൂടെ? പറ. 24 3 കൊണ്ട് ഹരിച്ചാൽ 8, 18 3 കൊണ്ട് ഹരിച്ചാൽ 6, 21 3 കൊണ്ട് ഹരിച്ചാൽ 7, 10 ഹരിക്കാൻ പറ്റത്തില്ല, 10 അതേപോലെ തന്നെ എഴുതി. ഇനി വീണ്ടും നമുക്ക് 8, 6, 10 2 കൊണ്ട് ഹരിച്ചുകൂടെ? വേണമെങ്കിൽ 2 കൊണ്ട് ഹരിക്കാം. ഹരിച്ചാൽ 4, 8 2 കൊണ്ട് ഹരിച്ചപ്പോൾ 4, 6 2 കൊണ്ട് ഹരിച്ചപ്പോൾ 3, 7 ഹരിക്കാൻ പറ്റില്ല, 7 താത്തിറങ്ങി, 10 2 കൊണ്ട് ഹരിച്ചാൽ 5. ഇനി 4, 3, 7, 5 ഹരിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ കിടക്കുന്ന എല്ലാം കൂടെ അങ്ങ് ഗുണിക്കുന്നു. അതായിരിക്കും നമ്മുടെ എൽസ്യം. ഒന്ന് ഗുണിച്ച് നോക്കാം. നോക്കിക്കേ, 5 ഗുണം 2 10 അല്ലേ? ആ 10 അങ്ങ് മാറ്റി നിർത്തി. 5 ഗുണം 2 10. ബാക്കി എല്ലാം കൂടെ ഗുണിച്ചാൽ പോരെ? നോക്ക്, ഇവിടെ 3 × 4, 3 × 4 12, 12 × 3 36, 36നെ 7 കൊണ്ട് ഗുണിക്കാൻ 36 × 7 252, 5 × 2 10ന്റെ ഒരു 0 ചേർത്തു. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഈ കിട്ടിയ കിടന്ന എല്ലാം കൂടെ നിങ്ങൾ അങ്ങ് ഗുണിച്ച് നോക്കിയാൽ മതി. 2520 എന്ന് കിട്ടി. അപ്പോൾ 24, 18, 21, 10 എന്നിവ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് എത്ര? 2520. അതുകൊണ്ടാണ് അതിൻ്റെ എൽസ്യം എടുത്തത്. ശ്രദ്ധിക്കണേ, തീർന്നിട്ടില്ല. ഏതോ ഒരു സംഖ്യയെ ഇരട്ടി അല്ലെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയേ? ഇതുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് കിട്ടിയെന്ന് പറഞ്ഞേക്കുന്നത്. ഏതോ ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചു, അല്ലെങ്കിൽ ഏതോ ഒരു സംഖ്യയുടെ ഇരട്ടി എടുത്തപ്പോഴാണ് ഇതുകൊണ്ട് ഹരിക്കാൻ പറ്റിയ സംഖ്യ എത്ര കിട്ടിയേ? 2500 കിട്ടിയേ. എങ്കിൽ നമ്മുടെ ചോദ്യം സംഖ്യ ഏതെന്നാ. അപ്പോൾ എക്സിന്റെ വിലയല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഈ എക്സിനെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ ആൻസർ ആണ് ഇത്, എൽസ്യം. അപ്പോൾ എക്സ് = 2520/2. 2520ന്റെ പകുതി 1260. ക്വസ്റ്റ്യന്റെ ആൻസർ 1260. ഒന്നുകൂടെ നോക്കിക്കോണേ, സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ എൽസ്യത്തിലേക്ക് വന്നു. എൽസ്യം എന്ന് പറയുമ്പോൾ സംഖ്യയുടെ എൽസ്യം എന്ന് പറയുമ്പോൾ 2520 കിട്ടി. ഇതെന്തുവായിരുന്നു? ഏതോ ഒരു സംഖ്യയുടെ ഇരട്ടി എടുത്തപ്പോഴാണ് ഇത് കിട്ടിയത്. ഇരട്ടി എന്ന് പറഞ്ഞതുകൊണ്ടാണ് 2 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ ഈ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ ഈ 2നെ അപ്പുറം കൊണ്ടുവന്നു, ഹരിച്ചു. ആൻസർ 1260. ഒരാൾക്ക് രക്ഷിതാക്കൾ 2, മുൻ തലമുറയിൽ 4, അതിനും മുൻ തലമുറയിൽ 8 എന്നിങ്ങനെ തുടരുന്നു. അയാൾക്ക് മുൻപുള്ള 10 തലമുറയിൽപ്പെട്ട ആകെ അംഗങ്ങൾ എത്ര? അപ്പോൾ ഒരാളുടെ രക്ഷിതാക്കളുടെ എണ്ണം 2 ആണെന്ന് പറഞ്ഞു. അയാളുടെ മുൻ തലമുറയിൽ 4 ഉണ്ട്, അതിന് മുൻ തലമുറയിൽ 8 ഉണ്ട്. ഇങ്ങനെ ഒരു സീക്വൻസ് അല്ലേ പോയേക്കുന്നത്. എങ്കിൽ നമ്മുടെ ചോദ്യം 10 തലമുറയിലും കൂടി ആകെ എത്ര ആൾക്കാരുണ്ടെന്നാണ് ചോദ്യം. ആണോ? ഇവിടെ നോക്കിയ പ്രത്യേകത 2, 4, 8. 2 4 ആയി, 4 8 ആയി എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത സംഖ്യ ഗുണിച്ചല്ലേ പോയേക്കുന്നത്. 2 4 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിച്ചു. 4നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 8 കിട്ടുന്നത്. ഇനി അടുത്ത തലമുറയിൽ 8നെ 2 കൊണ്ട് ഗുണിച്ച് 16 എന്നൊക്കെ വന്നേനെ. അപ്പോൾ ഈ ശ്രേണി ഇങ്ങനെ ഗുണിച്ച് പോകുന്ന ശ്രേണി നമ്മൾ വിളിക്കുന്ന പേരാണ് ജോമെട്രിക് പ്രോഗ്രഷൻ, GP എന്ന് പറയാം. ഈ GPയുടെ 10 തലമുറയിലെയും ആകെ അംഗങ്ങൾ, ആകെ എന്ന് പറയുമ്പോൾ തുക, GPയുടെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ശ്രദ്ധിക്കണേ. A × R⁻n -1. മേളിലൊന്നും അല്ലേ, നടുക്കാണെ -1 എഴുതി. A × R⁻n -1 ഡിവൈഡഡ് ബൈ R -1. ഓക്കെ, ഇക്വേഷൻ സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ A × R⁻n -1 ഡിവൈഡഡ് ബൈ R -1. A എന്ന് പറഞ്ഞാൽ ആദ്യ പദം, R എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ, എത്ര വിധമാണോ ഗുണിച്ച് പോകുന്നത് അതിനാണ് നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. N എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണോ, എത്ര എണ്ണത്തിന്റെ തുകയാണോ അതാ വേണ്ടത്. ഇനി വില കൊടുക്കുക. A നോക്കിക്കേ, ആദ്യ പദം നമ്മുടെ കയ്യിൽ 2 ഉണ്ട്, 2 എഴുതി. 2 × കോമൺ റേഷ്യോ, എത്ര വിധം ഗുണിച്ച് പോയേക്കുന്നത്? 2 വിധം അല്ലേ. അപ്പൊ കോമൺ റേഷ്യോ 2 എന്ന് എഴുതി. എത്ര എണ്ണത്തിന്റെ എത്ര പദങ്ങളുടെ തുകയാണ്? 10 തലമുറയിലല്ലേ വേണ്ടത്. അപ്പൊ എന്നയുടെ സ്ഥാനത്ത് 10 കൊടുത്തു. നടുക്ക് മേളിലൊന്നും അല്ല, നടുക്ക് -1 എഴുതി. ബൈ R 2 തന്നെയല്ലേ, 2 - 1. ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ ആയി. നോക്കാം പ്രത്യേകത. 2നെ അതേപോലെ തന്നെ ഇട്ടു. 2നെ 10 പ്രാവശ്യം ഗുണിക്കാൻ നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കിക്കുക. 2/10 ഓർത്ത് വെച്ചോണം. 2നെ 10 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 1024. വേണമെങ്കിൽ അങ്ങനെ എഴുതാം, 1024 -1 ബൈ 2ൽ നിന്ന് കുറച്ചാൽ 1 അല്ലേ. 1 എഴുതാം, താഴെ 1 എഴുതേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ 2ൽ നിന്ന് കുറച്ചാൽ 1 എഴുതി. ഇനി ബാക്കി സ്റ്റെപ്പ് ഒന്നുകൂടെ പറ. 2 × 1027 നിന്ന് കുറച്ച് 1023.
1023 2 കൊണ്ട് ഗുണിച്ചാൽ 2046. ക്വസ്റ്റ്യന്റെ ആൻസർ ആ 10 തലമുറയിലും കൂടി ആകെയുള്ളത് 2046 പേരാ. ഒന്നുകൂടെ നോക്കിയ പ്രത്യേകത, GP ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. എന്നാൽ എങ്ങനെ കിട്ടിയേ? ഒരു നിശ്ചിത സംഖ്യ 2 വീതം ഗുണിച്ച് പോയേക്കുക. ഒരു നിശ്ചിത സംഖ്യ ഗുണിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ജോമെട്രിക് പ്രോഗ്രഷൻ. അതിന്റെ സം കണ്ടുപിടിക്കാൻ തുക 10 തലമുറയിലെ ആകെ അംഗങ്ങൾ, ആകെ എന്ന് ചോദിക്കാനാണ് തുകയെന്ന് വന്നത്. തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ A × r⁻n - 1 / r-1 വില കൊടുത്താൽ മതി. ആദ്യ പദം 2 അല്ലേ, 2 എഴുതി. R കോമൺ റേഷ്യോ, എത്ര വീതം ഗുണിച്ച് പോയേക്കുന്നത്? അതാണ് 2. 10 എണ്ണത്തിന് തുകയാണ് 10 കൊടുത്തേ. 2/10 1027 കിട്ടി. അതിനകത്ത് 1 കുറച്ചു 1023. താഴെ 1 ആയതുകൊണ്ട് എഴുതിയില്ല. വേറെ ഏതെങ്കിലും സംഖ്യ ആയിരുന്നെങ്കിൽ എഴുതിയാനെ. 2 × 1023 2046. ക്വസ്റ്റ്യന്റെ ആൻസർ 2046. കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഒരു കോണിന്റെ ഉയരം 24 സെന്റിമീറ്റർ, ആരം 6 സെന്റിമീറ്ററുമാണ്. ഒരു കുട്ടി ആ കളിമണ്ണിനെ ഒരു ഗോളത്തിന്റെ രൂപത്തിലേക്ക് മാറ്റി. എന്നാൽ ഗോളത്തിന്റെ ആരം എത്ര? നമുക്ക് ആൻസറിലേക്ക് വരാം. എന്തോ പ്രത്യേകം നോക്കിക്കേ, കോണിന്റെ വ്യാപ്തം, കോണിനെ എന്തിലേക്ക് മാറ്റുന്നു? ഗോളത്തിലേക്ക് മാറ്റുന്നു എന്ന് പറയുമ്പോൾ രണ്ടിന്റെ വോളിയംസും സെയിം ആയിരിക്കണം. കോണിന്റെ വ്യാപ്തം എന്ന് പറയുന്നതും ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നതും തുല്യം എന്ന് കാണിക്കാണ് സമചിഹ്നം ഇട്ടെ. അപ്പോൾ രണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കണം. രണ്ടെണ്ണത്തിന്റെ ഇക്വേഷൻ. കോണിന്റെ മലയാളം എന്തുവാ? വൃത്തസ്തൂപിക. അതിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചോണേ. 1/3 πr²h. ഒരു കോണിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/3 πr²h. ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ 4/3 πR³. ആരെങ്കിലും തമ്മിൽ മാറാതിരിക്കാനാണ് ഒന്നിന് ചെറുതും കൊടുത്തേ, ഒന്നിന് വലുതും കൊടുത്തേ. അപ്പൊ കണ്ടീഷൻ നോക്കിക്കേ, 1/3 കോണിന്റെ ആണെങ്കിൽ 1/3 πr²h വ്യാപ്തം. ഗോളത്തിന്റെ വ്യാപ്തം 4/3 πR³. ഇനി ഇതിനകത്തോട്ട് നമുക്കുള്ള വിലകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിന് മുമ്പ് നോക്കിക്കേ, ഇവിടെ താഴെ ഒരു 3 ഉണ്ട്, അപ്പുറത്തും താഴെ ഒരു 3 ഉണ്ട്. വെട്ടിക്കളയാം. ഇവിടുത്തെ 3യും ഇവിടുത്തെ 3യും താഴെയാണ് രണ്ടെന്നും കിടക്കുന്നത്. ആ 3 കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു പൈ ഉണ്ട്, വെട്ടിക്കളഞ്ഞു. ഇനി വില കൊടുക്കുക, ഉള്ള വിലകൾ കൊടുക്കുക. നോക്കിക്കേ, കോണിന്റെ ആരം ക്വസ്റ്റിനകത്ത് പറഞ്ഞാലും നോക്കിക്കേ, 6 സെന്റിമീറ്റർ അല്ലേ? 6 ആണ്. 6 കൊടുക്കുന്നു. 6 × 6. ഉയരം നമുക്കറിയാം, ഉയരം തന്നിട്ടുണ്ട് 24 അല്ലേ? 24 എന്നുണ്ട്. കോണിന്റെ ഉയരം 24, ആരം 6 ആണ്. 6ന്റെ സ്ക്വയർ ആയതുകൊണ്ട് 6 × 6 എന്ന് എഴുതിയേ. ഉയരം 24 ആണ്. ഇനി സമത്തിന് അപ്പുറത്തിലേക്ക് പോവാ. 4 × ഗോളത്തിന്റെ ആരം നമുക്ക് കണ്ടുപിടിക്കണം. അതുകൊണ്ട് r³ എന്ന് തന്നെ എഴുതി. ഈ ഗുണിക്കുന്ന 4നെ ഇപ്പുറത്തോട്ടാക്കിയാൽ പോരെ? പറ. 6 × 6 × 24. ഈ 4നെ ഇപ്പുറമാക്കി /4 = r³ എന്ന് കിട്ടി. 24 4 കട്ട് ചെയ്താൽ 6. 6 അവിടെ എത്ര പ്രാവശ്യം ഉണ്ട് നോക്കി? 1 2 3. 6ന്റെ ക്യൂബ് തന്നെയല്ലേ? അപ്പൊ r³ = R³. രണ്ടിടത്തും ക്യൂബാ കിടക്കുന്നത്. വിച്ച് ഇംപ്ലൈസ് എന്ന് പറയുമ്പോൾ ആരം, റേഡിയസ്, ഗോളത്തിന്റെ ആരം എന്ന് പറയുന്നത് എത്ര? 6 എന്ന് വരും. ക്വസ്റ്റ്യന്റെ ആൻസർ 6 എന്ന് കിട്ടും. ഒന്നുകൂടെ നോക്കിക്കേ, ഗോളത്തിന്റെ വ്യാപ്തവും കോണിന്റെ വ്യാപ്തവും തുല്യമാണ്. കാരണം ഇതിനെ, ഈ കോണിനെയാണ് നമ്മൾ എന്തിലേക്ക് മാറ്റിയത്? ഗോളത്തിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് വ്യാപ്തം തുല്യമായിട്ട് എടുത്തു. വ്യാപ്തത്തിന്റെ കണ്ടീഷൻ, കോണിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ 1/3 πr²h, ഗോളത്തിന്റെ കണ്ടുപിടിക്കാൻ 4/3 πr³. ഒരേ ടൈം കട്ട് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ r³ വില ഇവിടെ r³ എന്ന് കിട്ടി. ആരം = 6. ഒരു ബുള്ളറ്റ് ട്രെയിൻ നിർത്താതെ 12 മണിക്കൂർ കൊണ്ട് യാത്ര പൂർത്തിയാക്കുന്നു. മണിക്കൂറിൽ 30 കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ ഓടുകയാണെങ്കിൽ അതിന് 10 മണിക്കൂർ 40 മിനിറ്റിൽ യാത്ര പൂർത്തിയാക്കാനാവും. 12 മണിക്കൂർ കൊണ്ട് യാത്ര പൂർത്തിയാക്കുമ്പോൾ വേഗം എത്രയായിരുന്നു? ആദ്യമേ ആ ട്രെയിൻ സഞ്ചരിക്കാനെടുത്ത ടൈം എന്ന് പറയുന്നത് 12 മണിക്കൂറാണ്. അതിൻ്റെ സ്പീഡൊന്നും നമുക്ക് അറിയത്തില്ല. 12 മണിക്കൂർ കൊണ്ട് ആ ട്രെയിൻ സഞ്ചരിച്ചു. രണ്ടാമതൊരു കേസ് പറയുന്നു, രണ്ടാമതൊരു ടൈം സഞ്ചരിക്കുന്നു. അത് എത്ര മണിക്കൂറാണ്? 10 മണിക്കൂർ കൊണ്ടും എത്ര മിനിറ്റ്? 40 മിനിറ്റ് കൊണ്ടും സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് ഇതിനേക്കാൾ 30 കിലോമീറ്റർ കൂടി വേഗത കൂട്ടണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ടൈമിൻ്റെയൊക്കെ പ്രത്യേകത ഒന്ന് നോക്കാം. ടൈം ആദ്യത്തേനെ ഞാൻ T1 എന്ന് കൊടുക്കുകയാണ്, രണ്ടാമത്തേനെ ഞാൻ T2 എന്ന് കൊടുക്കുകയാണ്. T1 എന്ന് പറയുന്നത് 12, 12 T2 10 മണിക്കൂർ 40 മിനിറ്റ് അല്ലേ? അതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. നോക്കിക്കേ, 10 മണിക്കൂർ 40 മിനിറ്റ് എന്ന് പറയുമ്പം മിനിറ്റിനെ മണിക്കൂറിലോട്ടാക്കാൻ 40/60 എന്ന് ചേർത്തു. ഈ ഒരു 0 കളഞ്ഞു. 10 ഇതും കട്ട് ചെയ്യാം. 2 കിട്ടും, 3 കിട്ടും. 10ഉം 3ൽ 2 കിട്ടി. ഒന്നുകൂടി അറേഞ്ച് ചെയ്താൽ മിക്സഡിനെ ഇംപ്രോപ്പറിലോട്ടാക്കിയാൽ 10 × 3 30, 30 32/3 കിട്ടി. ടൈം ഇത് ഫുള്ളായിട്ട് 32/3 മണിക്കൂർ. അപ്പോൾ രണ്ടാമത്തെ ടൈം കിട്ടിയത് 32/3.
അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? നോക്കിക്കേ, 10 മണിക്കൂർ 40 മിനിറ്റ്. 10 അതേപോലെ തന്നെ എഴുതി. ഈ മിനിറ്റിനെ മണിക്കൂറോടാക്കാൻ ബൈ 60 ആക്കി. കട്ട് ചെയ്ത് വന്നു. 10 × 3 30, 32, 32, 32/3. ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്താൽ നോക്കിയിട്ട് പറ ഒന്നുകൂടി. ഇതിനെ ഒന്ന് ക്രോസ് നോക്കാമല്ലോ. അപ്പോൾ 12നെ ഇങ്ങോട്ട് ഗുണിക്കുന്നു. 3 × 12, 3 × 12 36 എന്ന് കിട്ടി. ഇപ്പുറത്ത് 32 എന്ന് കിട്ടി. ഈ രണ്ട് ടൈമുകളും തമ്മിലുള്ള അംശം ഒന്ന് T1ഉം T2ഉം തമ്മിലുള്ള റേഷ്യോ 36:32. വേണമെങ്കിൽ വീണ്ടും ഇതിനെ ചെറുതാക്കാം. ശ്രദ്ധിക്കണേ, 36 32 4ന്റെ ഗുണിതമല്ലേ. വീണ്ടും 4 കൊണ്ട് കട്ട് ചെയ്താൽ 9 എന്നും 8 എന്നും കിട്ടും. 9:8. അപ്പൊ ടൈമുകൾ തമ്മിലുള്ള അംശബന്ധം കിട്ടി നമുക്ക് 9:8. ഓക്കെ ആണോ? ടൈമിന്റെ റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡിന്റെ റേഷ്യോ എടുത്തൂടെ? എപ്പോഴും സ്പീഡും ടൈമായിട്ടുള്ള ബന്ധം ഇൻവേഴ്സ് വിൽക്രമമാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ഇതിനെ അങ്ങ് മറച്ചു പിടിച്ചാൽ മതി. ഈ 9നെ അങ്ങ് മറച്ചാൽ ബാക്കിയുള്ളത്, അപ്പൊ ആദ്യം ഈ 9നെ മറച്ചാൽ ബാക്കി 8 അല്ലേ? രണ്ടാമത് ഈ 8നെ അങ്ങ് മറച്ചാൽ ബാക്കി 9 അല്ലേ? അപ്പൊ ടൈമിന്റെ റേഷ്യോ 9:8 ആണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ 8:9 ആയിരിക്കും. അപ്പൊ അവ തമ്മിലുള്ള വേഗതകളുടെ അംശബന്ധം 8:9. 12 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന വേഗതയാണ് 8. ഇവിടെ 10 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന വേഗതയാണ് 9 എന്ന് കിട്ടി. ഇനി നമ്മുടെ ചോദ്യത്തിനകത്ത് ഒരു സെന്റൻസ് പറഞ്ഞു. ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ക്വസ്റ്റ്യനകത്ത് ഉണ്ടോ നോക്കിയേ. 30 km/h. ഇതിനേക്കാൾ 30 km/h വേഗതയിൽ സഞ്ചരിച്ചിരുന്നെങ്കിൽ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈ 8ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം, 9ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? റേഷ്യോ ആയിട്ട് നമ്മൾ 1 യൂണിറ്റ് അങ്ങ് സങ്കല്പിക്കുന്നു. അപ്പൊ 1 യൂണിറ്റിന്റെ വിലയാണ് 30 km/h. 1 യൂണിറ്റിന്റെ വില 30 km/h. അതെങ്ങനെ 1 യൂണിറ്റ് കിട്ടിയേ? ഇവിടെ ടൈം 9:8 ആണ്. സ്പീഡിലേക്ക് വന്നപ്പോൾ അതിന്റെ ഇൻവേഴ്സ് എടുത്തു, തിരിച്ചെഴുതി 8:9 എന്ന് എഴുതി. ഇതിനേക്കാൾ 30 കിലോമീറ്റർ വേഗതയോടെ കൂടുമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 1 യൂണിറ്റിന്റെ വില നമുക്ക് 30 km/h എന്ന് കിട്ടി. നമ്മുടെ ചോദ്യം, ഈ 12 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുകയായിരുന്നെങ്കിൽ എടുത്ത സ്പീഡ് നോക്കിയ 12 മണിക്കൂറിന്റെ സ്പീഡിന്റെ സ്ഥാനത്ത് എത്ര കിടക്കുന്നത്? എത്ര യൂണിറ്റാ? യൂണിറ്റ് എടുത്താൽ 8 യൂണിറ്റ് അല്ലേ? 10 മണിക്കൂർ 30 കൊണ്ടാണെങ്കിൽ അതിന്റെ സ്പീഡ് 9 എന്ന് എടുത്തേനെ. ഇവിടെ 12ന്റെ സ്പീഡ് 8 അല്ലേ? അപ്പൊ 8 യൂണിറ്റ് എത്ര എന്നാണ് ചോദ്യം. 1 യൂണിറ്റിന്റെ വില 30, ഒരെണ്ണത്തിന്റെ വില 30. എങ്കിൽ 8 എണ്ണത്തിന്റെ വില കണ്ടുപിടിക്കാൻ എന്ന് പറയുമ്പോൾ 8നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 30 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 8 × 30. 8 × 30 എന്ന് പറയുമ്പോൾ 240 km/h. ക്ലിയർ ആണോ? ഒന്നുകൂടെ നോക്ക്, ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കിക്കേ, ടൈം 12 മണിക്കൂർ, ഇവിടെ 10 മണിക്കൂർ 40 മിനിറ്റ്. ഇതിനെ അറേഞ്ച് ചെയ്തപ്പോൾ 32/3. അത് വന്ന് മനസ്സിലായേ? മിനിറ്റിനെ മണിക്കൂറിലോട്ടാക്കാൻ ബൈ 60 ചേർത്തു. മിശ്ര ഭിന്നത്തെ വിഷമമാക്കി 32/3. ഒന്ന് ക്രോസ് വെച്ചു. 12 × 3 36. 32 അതേപോലെ തന്നെ എഴുതി. ചെറുതാക്കി 9:8. ചെറുതാക്കിയാലും കുഴപ്പമില്ല. ഞാനിവിടെ ചെറുതാക്കി എഴുതി 9:8. ടൈമിന്റെ റേഷ്യോ ആണ് 9:8. എങ്കിൽ സ്പീഡിന്റെ റേഷ്യോ അതിനെ അങ്ങ് തിരിച്ചെഴുതി വെച്ചാൽ മതി. ഈ 9നെ മറിച്ചാൽ ബാക്കി 8, 8നെ മറിച്ചാൽ ബാക്കി 9. ഇനി ക്വസ്റ്റ്യനകത്ത് ഒരു സെന്റൻസ് അവർ പറയുന്നു, ഇതിനേക്കാൾ 30 km വേഗത കൂടുതൽ സഞ്ചരിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് ആണ്. ഈ 8ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം 1. റേഷ്യോ ആയിട്ടാണ് നമ്മൾ യൂണിറ്റ് എന്ന് എഴുതി, അല്ലെങ്കിൽ അവർ എക്സ് എന്ന് കൊടുക്കാം. 1 യൂണിറ്റിന്റെ വില 30. കണ്ടുപിടിക്കേണ്ടത് 12 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന വേഗതയാണ് വേണ്ടത്. അപ്പൊ അതിന്റെ വേഗത 12 മണിക്കൂറുള്ള വേഗത നമ്മൾ എഴുതി വെച്ചാൽ 8 യൂണിറ്റ് എന്നല്ലേ? അതുകൊണ്ടാണ് 8 യൂണിറ്റ് കണ്ടുപിടിച്ചത്. ഒരെണ്ണത്തിന്റെ വില 30 ആണ്. 8 എണ്ണത്തിന്റെ വില 8 × 30 240. ആൻസർ 240 km/h. ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. അതിന്റെ ചുറ്റളവ് 24 മീറ്റർ ആയാൽ മട്ടത്രികോണത്തിന്റെ കർണം എത്ര? മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ പ്രത്യേകത, ലംബം എന്ന് പറഞ്ഞാൽ ഈ പാദവും ഈ ലംബവും, ഇത് രണ്ടുമാണ് ലംബവശങ്ങൾ. 3:4 നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ 3, 4, അടുത്ത വശം എത്രയായിരിക്കും? 5 ആയിരിക്കും. അതെങ്ങനെയാ വന്നതെന്നൊക്കെ അറിയാവേ? പൈതഗോറസ് തിയറം. 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 16 9 25, 25 വരുന്ന 5ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അംശം എന്ന് നമുക്ക് കിട്ടി 3:4:5 എന്നറിയാം. 3, 4 ഉണ്ടെങ്കിൽ അടുത്ത വശം 5 ആയിരിക്കും. റേഷ്യോ ആയിട്ട് 3:4:5. അപ്പൊ ആദ്യത്തെ വശത്തെ നമ്മൾ 3x എന്ന് എടുത്താൽ അടുത്തതിനെ നമുക്ക് 4x എന്ന് എടുക്കാം. അടുത്തതിനെ വേണമെങ്കിൽ 5x എന്ന് എടുക്കാം. ഇത് 3x ആണെങ്കിൽ ഇത് 4x ആണ്, ഇത് 5x ആണ്. ചോദ്യത്തിനകത്ത് പറയുന്നത് ചുറ്റളവ് നമുക്ക് തന്നു. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് 24 മീറ്റർ ആണെന്ന് പറഞ്ഞു.
ഒരു മട്ട ത്രികോണത്തിന്റെ ചുറ്റളവ് 24 മീറ്റർ. ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഇതെല്ലാ വശങ്ങളൂടെ ചേരുന്നതല്ലേ. അപ്പൊ ഈ കിടക്കുന്ന എല്ലാം കൂടെ അങ്ങ് കൂട്ടുന്നു. 3x 4x 5x നിങ്ങൾ കൂട്ടി അങ്ങ് പറ. 4 3 7 7 5 12. അപ്പൊ ടോട്ടൽ 12x എന്ന് കിട്ടിയില്ലേ. 3x + 4x + 5x അതെല്ലാം കൂടെ ചേർന്നാണ് 12x. അതാണ് ചുറ്റളവ്. അതിന്റെ വില എത്ര? 24 അല്ലേ. എങ്കിൽ x = 24/12. 24/12 എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടി. പക്ഷെ നമ്മുടെ ചോദ്യം എന്ത് കണ്ടുപിടിക്കാൻ? കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ, ഏറ്റവും വലിയ വശം കണ്ടുപിടിക്കാൻ. ഇത് ലംബവശമോ പാദോ ലംബമോ? ഇതാണ് കർണം. കർണം എന്ന് പറഞ്ഞാൽ എത്ര? 5x അല്ലേ കിടക്കുന്നത്. അപ്പൊ 5x 5 ഗുണം x-ന്റെ വില 2. 5 × 2 10. ഓർത്തോണം 3 4. അടുത്ത വശം 5 ആയിരിക്കും. π 0 അനുസരിച്ച്. നമുക്ക് ആൻസറിലേക്ക് വരാൻ നോക്കി. ചോദ്യം നോക്കി. 3 × -5 × 10 × -5 × 125 ഡിവൈഡ് ബൈ 5 × -7 × 6 × -5. ഒന്നുമില്ല, ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ആദ്യത്ത് 3 × -5 ഞാൻ അതേപോലെ തന്നെ എഴുതി. ഇൻറ്റു അല്ലേ, ഇൻറ്റുവിനെ അതേപോലെ തന്നെ ഇട്ടു. അടുത്ത ബേസ് നോക്കിയേ 10 അല്ലേ. 10നെ നിങ്ങൾക്ക് അറിയാവുന്ന സംഖ്യയുടെ ടൈമിലോട്ടാക്കുക. 10ന് പകരം 2 × 5 അല്ലേ 10. അപ്പൊ ഈ കിടക്കുന്ന 10ന് പകരം ഞാൻ 2 × 5 എന്ന് എഴുതി. കുഴപ്പമല്ല ഉണ്ടോ? 10ന് പകരം 2 × 5. 10ന്റെ മേളിൽ എന്തോ ഉണ്ടായിരുന്നു, അത് ഈ 2 എടുത്തും കൊടുക്കണം. ഈ 2ന്റെ മേളിൽ -5 കൊടുത്തു, ഈ 5ന്റെ മേളിൽ -5 കൊടുത്തു. 2 × 5 ആണ് 10. അത് എടുത്ത് എഴുതി. ഈ 10ന് മേളിലുള്ള -5 2 എടുത്തും കൊടുത്തു. ഇൻറ്റു അടുത്ത 125 അല്ലേ കിടക്കുന്നത്. 125ന്റെ പ്രത്യേകത 5ന്റെ ക്യൂബാണ്. 5 3 പ്രാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ 125ന് പകരം 5ന്റെ ക്യൂബ് എന്ന് എഴുതി. ബൈ അതേപോലെ താഴത്ത് നോക്കിയേ. ഇവിടെ 5നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അതേപോലെ 5 റൈസ് -7 അതേപോലെ തന്നെ എഴുതി. ഇൻറ്റു ഈ 6ന് പകരം നിങ്ങൾക്ക് അറിയാവുന്ന ടൈമിലോട്ടാക്കുക. 6നെ 2 × 3 അല്ലെങ്കിൽ 3 × 2 എന്ന് എഴുതാമല്ലോ. അപ്പൊ ഈ 6ന് പകരം ഞാൻ 3 × 2 അല്ലെങ്കിൽ 2 × 3 എന്ന് എഴുതി. 6ന്റെ മേളിൽ എന്തുകൊണ്ട്? -5 ഇല്ലേ. ആ -5 2 എടുത്തു, അതേപോലെ തന്നെ കൊടുത്തു. ഇവിടെ മേളിലും ഗുണിച്ചിരിക്കുകയാണ്, താഴെയും ഗുണിച്ചിരിക്കുകയാണ്. ഒരേ ടൈം എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ കട്ട് ചെയ്ത് കളയാം. നോക്ക് പ്രത്യേകത. ഇവിടെ 3 റൈസ് -5, ഇവിടെ 3 റൈസ് -5. ഒരേ ടൈം അല്ലേ. ഇവിടെ 2 റൈസ് -5, ഇവിടെ 2 റൈസ് -5. ബാക്കിയുള്ളത് എടുത്ത് എഴുതിയാൽ പോരെ. പറ ബാക്കി അവശേഷിക്കുന്നതിലേക്ക് നമുക്ക് വരാം. മേളത്തെയും താഴത്തെയും ഒരേ ടൈം നമ്മൾ വെട്ടിക്കളഞ്ഞു. പറ ബാക്കിയുള്ളത് പറ. 5 റൈസ് -5 ഇൻറ്റു ബാക്കി 5ന്റെ ക്യൂബ് ഇൻറ്റു. നോക്കിയേ, ഈ താഴത്തെ ഈ മൈനസിനെ നമുക്ക് മേലോട്ടാക്കാൻ ഈ പവറിലെ മൈനസ് അങ്ങ് കളഞ്ഞാൽ മതി. ഈ 5 റൈസ് -7 നമുക്ക് മേളിൽ കൊണ്ടുവരാൻ ഈ പവറിലെ ഈ മൈനസ് അങ്ങ് മാറ്റി അതിന് മേളിലാക്കാം. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്താക്കിയേനെ? മൈനസ് ആക്കിയേനെ. മൈനസ് ആയിരുന്നെങ്കിൽ പ്ലസ്. ഇവിടെ മൈനസ് ആയതുകൊണ്ട് അതിനെ മേളിൽ കൊണ്ടുവരാൻ നമ്മൾ പ്ലസ് ആക്കി. 5 റൈസ് 7 എന്ന് എഴുതി. മൈനസ് സംഖ്യയെ മേലോട്ട് കൊണ്ടുവരാൻ ആ ചിഹ്നം അങ്ങ് മാറ്റി കൊടുത്താൽ മതി. മൈനസ് ആണെങ്കിൽ അങ്ങ് പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ അങ്ങ് മൈനസ് ആക്കുക. ഇനി പറ, കൃത്യ നിയമം പഠിച്ചിട്ടുണ്ടല്ലോ. a/m × a/n ഒരേ ബേസാ, ഗുണിച്ചിരിക്കുക. അപ്പൊ മേളത്തെ എല്ലാം കൂടെ കൂട്ടിയാൽ പോരെ. 5നെ ബേസ് 5 അതേപോലെ തന്നെ എഴുതി. പവർ എല്ലാം കൂടെ കൂട്ടണം. കൂട്ടുന്ന നോക്കിക്കോണേ. -5 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്. മേളിൽ വരുന്ന എല്ലാം കൂടെ കൂട്ടാൻ പോവാ. 7 3 നമുക്ക് 10 ആണെന്ന് അറിയാമല്ലോ. 10ൽ നിന്ന് 5 കുറയ്ക്കാൻ. 10ൽ നിന്ന് 5 കുറച്ചാൽ 5. അതെങ്ങനെ കിട്ടി ഒന്നുകൂടെ നോക്കിയേ. 7 3 10. 10ൽ നിന്ന് ഈ 5 കുറയ്ക്കാനാണ് കിടക്കുന്നത്. 10ൽ നിന്ന് 5 കുറച്ചാൽ 5. ഏത് നിയമം അനുസരിച്ചാ? a/m × a/n. ഒരേ ബേസ് ആണെങ്കിൽ മേളത്തെ എല്ലാം കൂടെ അങ്ങ് കൂട്ടുക. കൂട്ടുമ്പം 7 3 10. ഇവിടെ ചിഹ്നം മൈനസ് ഉണ്ടായാണ് കുറച്ച്. 10ൽ നിന്ന് 5 കുറച്ചാൽ 5. ആൻസർ 5/5. 1000 രൂപ 10% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ എത്ര വർഷം കൊണ്ട് 1331 രൂപയാകും? അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് 1000 രൂപയല്ലേ, കൂട്ടുപലിശയാണ് കണക്കാക്കുന്നത് എന്ന് പറയുമ്പോൾ 10% പലിശ നിരക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ആകെ തുക കണ്ടുപിടിക്കാൻ ശതമാനം നമ്മൾ 100ൽ പറഞ്ഞു. കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ 100ന്റെ കൂടെ 10 കൂടെ കൂട്ടി. പലിശ നിരക്ക് 10 അല്ലേ. 100ന്റെ കൂടെ 10 കൂടെ കൂട്ടി 110 എന്ന് എഴുതി. എത്ര വർഷം കഴിയുമ്പോൾ 1331 ആവുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സാധാരണ രീതിയിൽ ചെയ്യാം. പിന്നെ ലോജിക്ക് പറയാം. ശ്രദ്ധിക്കണേ. ഈ ഒരു 0 ഒരു 0 കളഞ്ഞു, ഈ ഒരു 0 ഒരു 0 കളഞ്ഞു. ഇവിടെ 1 × 11 11 2 0 1100. ഒരു വർഷം കഴിയുമ്പോൾ ആകെ തുകയാണ് എത്ര? 1100. ഇനി രണ്ടാമത്തെ വർഷത്തെ പ്രത്യേകം നോക്കാം. ഇനി ഇതനുസരിച്ചാണ് നോക്കുന്നത്. രണ്ടാമത്തെ വർഷം 1100 എടുത്തെഴുതി. അതിൻ്റെയും 10%. അപ്പൊ 100ൽ 10% കൂടുമെന്ന് പറഞ്ഞാൽ 110.
കൂട്ടുപലിശ ആയതുകൊണ്ടാണ് 100ൽ 110 എന്നൊക്കെ എഴുതി. ഈ ഒരു പൂജ്യവും ഒരു പൂജ്യം കളഞ്ഞു, ഈ ഒരു പൂജ്യവും ഒരു പൂജ്യം കളഞ്ഞു. 11 × 11 121, ഒരു പൂജ്യം ഇവിടെ വന്നു 1210. രണ്ടാമത്തെ വർഷമാകുമ്പോൾ ആകെ തുക 1210. 2 വർഷം കഴിയുമ്പോൾ ആകെ തുക, ഇത് 1 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന ആകെ തുക 1100, 2 വർഷം കഴിയുമ്പോൾ കിട്ടിയ ആകെ തുക 1210. പക്ഷെ നമുക്ക് വേണ്ടുന്ന എത്ര? 1331. അത് വന്നിട്ടുണ്ടോ? ഇത് 1ാമത്തെ വർഷത്തെ കേസാണ്, ഇത് 2ാമത്തെ വർഷത്തെ ടോട്ടൽ എമൗണ്ട്. ഇനി 3ാമത്തെ വർഷത്തെ ടോട്ടൽ എമൗണ്ട് വേണ്ടിക്കണം. നോക്കിയേ, 2 വർഷം കിട്ടിയത് ആകെ എത്ര? 1210. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 100ൽ 110. കൂട്ടുപലിശ ആയതുകൊണ്ടാണ് 10 കൂടെ കൂടി എഴുതി. അപ്പോൾ ഈ ഒരു പൂജ്യവും ഒരു പൂജ്യം കളഞ്ഞു, ഈ ഒരു പൂജ്യവും ഒരു പൂജ്യം കളഞ്ഞു. 121നെ 11 കൊണ്ട് ഗുണിക്കാൻ, 121 × 11, 121നെ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ 1331 കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ 1331. കിട്ടിയത് എത്ര വർഷമായപ്പോഴാണ്? 3 വർഷം കൊണ്ടല്ലേ. അപ്പോൾ വർഷങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3. ഇതാണ് സാധാ രീതി. ഇനി ഇതിന് ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് ഒന്നും ചെയ്യണമെന്നില്ല. ലോജിക്കിലേക്ക് നമുക്ക് വരാം. അതെങ്ങനെയാണോ ശ്രദ്ധിച്ച്, പ്രിൻസിപ്പൽ എമൗണ്ട് 1000 അല്ലേ, കഴിഞ്ഞപ്പോൾ കിട്ടിയ തുക 1331 അല്ലേ. ഈ തരുന്ന നമ്പേഴ്സിന് എന്തെങ്കിലും ബന്ധം നിങ്ങൾ കൊണ്ടുവന്ന് നോക്കുക. തരുന്നത് ക്യൂബോ സ്ക്വയറോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും പവറായിട്ട് എഴുതാൻ പറ്റുമെന്ന് ആദ്യമേ നോക്കുക, അല്ലെങ്കിൽ ചെറുതാക്കിയിട്ടെങ്കിലും പറ്റുമെന്ന് നോക്കുക. ഇവിടെ നേരിട്ട് നോക്കിയേ, 1000വും 1331. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 1000 എന്ന് പറഞ്ഞാൽ 10ന്റെ ക്യൂബാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? 1331 11ന്റെ ക്യൂബാണെന്ന് അറിയത്തില്ലേ? കൂട്ടുപലിശയിൽ എപ്പോഴും ഇങ്ങനത്തെ വരത്തുള്ളൂ. ഇവിടെ 10ന്റെ ക്യൂബൊന്നും കിട്ടി, 11ന്റെ ക്യൂബൊന്നും കിട്ടി. ആ പവർ നിങ്ങൾ അങ്ങ് എടുത്തെഴുതിയാൽ മതി. അതായിരിക്കും വർഷം. വർഷങ്ങളുടെ എണ്ണം 3. ഇതിനെ ചെറുതാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ സ്ക്വയറോ ക്യൂബോ വല്ലതും ആക്കാൻ പറ്റുമെന്ന് ആദ്യമേ ചിന്തിച്ച് നോക്കുക. അത് പാടായിട്ട് തോന്നുന്നെങ്കിൽ മാത്രം ഇങ്ങനെ എഴുതി നോക്കുക. മനസ്സിലായോ? 1000വും 1331. 1000 10ന്റെ ക്യൂബാണ്, 1330 11ന്റെ ക്യൂബാണ്. അതുകൊണ്ട് വർഷങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. ക്വസ്റ്റ്യന്റെ ആൻസർ വർഷങ്ങളുടെ എണ്ണം 3. 3 വർഷം കൊണ്ടാണ് 1000 രൂപ 10% നിരക്കിൽ 1331 രൂപയാകുന്നത്. താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 11ന്റെ ഗുണിതമായുള്ള സംഖ്യകളേവ? അപ്പോൾ നമ്മുടെ ചോദ്യം തന്നിട്ടുള്ളതിനകത്ത് 11ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാനാണ് ചോദ്യം. 11ന്റെ ഗുണിതങ്ങൾ ചെക്ക് ചെയ്യാൻ ഒന്നിടവിട്ടുള്ള അക്കങ്ങളാണ് കൂട്ടുക. ഈ തന്നുള്ള സംഖ്യയിലെ ഒന്നിടവിട്ടുള്ള അക്കങ്ങൾ ആദ്യമേ 5 എടുക്കുകയാണെങ്കിൽ 5ന്റെ കൂടെ 8, പിന്നുള്ള 2 അന്ന് കൂട്ടുവാണെങ്കിൽ 5 + 8 + 2 ആയി. 8 5 13, 13 2 15 എന്ന് കിട്ടി. അതേപോലെ ബാക്കിയുള്ള അക്കങ്ങൾ കൂട്ടി, ഈ 9ഉം 6ഉം 9 + 6 കൂട്ടി എഴുതിയപ്പോൾ 15 എന്ന് കിട്ടി. ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഈ കിട്ടുന്ന വ്യത്യാസം ഒന്നെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കണം. അപ്പോൾ ഒരു സംഖ്യ 11ന്റെ ഗുണിതമാണെന്ന് ചെക്ക് ചെയ്യാൻ ഒന്നിടവിട്ടുള്ള അക്കങ്ങൾ കൂട്ടുക. ഇവിടെ 5 ഉണ്ട്, 8 ഉണ്ട്, 2 ഉണ്ട്, കൂട്ടി എഴുതിയപ്പോൾ 15. ഇനി ബാക്കിയുള്ളത് 9ഉം 6ഉം കൂട്ടിയപ്പോൾ 15. അത് തമ്മിൽ കുറയ്ക്കുക, 2 സംഖ്യ കുറയ്ക്കുക, വലുതിലും ചെറുത് കുറച്ചാൽ മതി. 15 നിന്ന് 15 കുറച്ചാൽ 0. ഒന്നെങ്കിൽ കിട്ടേണ്ട ആൻസർ 0 ആണ്, അല്ലെങ്കിൽ 11ന്റെ ഗുണിതം കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഇവിടെ 11 22 അങ്ങനെ കുറച്ച് കിട്ടുന്നത് 11 22 ഒക്കെ ആയിരിക്കണം. ഇവിടെ ഓൾറെഡി നമുക്ക് 0 കിട്ടിയില്ലേ, അപ്പോൾ ഇത് 11ന്റെ ഗുണിതമാണ്. അടുത്ത ചെക്ക് ചെയ്യാം. നോക്കിയേ, ഒന്നിലുള്ള പറ 8ഉം 6ഉം 8ഉം 6ഉം 14 അല്ലേ, 14ഉം 8ഉം 22 അല്ലേ, 22ഉം 2ഉം 24. ഒന്നിലുള്ളതിന്റെ തുക 24. ഇനി ബാക്കി അവശേഷിക്കുന്ന പറ 9ഉം 4ഉം 9ഉം 4ഉം 13 അല്ലേ, 13ഉം 6ഉം 19 അല്ലേ, 19ഉം 5ഉം 24 അല്ലേ, അവിടെയും 27. അത് തമ്മിൽ കുറച്ച് 24 24 കുറച്ചാൽ 0. ഒന്നെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതം വരണം. ഇവിടെ എത്ര തന്നെ കിട്ടി? 0 തന്നെ കിട്ടി. അപ്പോൾ ഈ കിടക്കുന്നതും 11ന്റെ ഗുണിതം തന്നെ അല്ലേ. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ശരിയാണെന്ന് കിട്ടി. ഇനി മൂന്നാമത് ചെക്ക് ചെയ്യാം നമുക്ക്. ഒന്നിട്ടുള്ളത് നോക്കിയേ, 5ഉം 5ഉം 10, 10ഉം 5ഉം 15, 15ഉം 6ഉം 21, 21ഉം 2ഉം 23 കൂട്ടിയപ്പോൾ 23 കിട്ടിയേ. ഇനി ഇടയ്ക്കുള്ളത് ഇല്ലാത്ത നോക്കാം. 6ഉം 2ഉം 8, 8ഉം 8ഉം 16, 16ഉം 3ഉം 19, 19ഉം 4ഉം 23, 23 കുറച്ച് എത്ര തന്നെ വന്നു? 0 തന്നെ വന്നില്ലേ. 0 11ന്റെ ഗുണിതമോ വരണം. അപ്പോൾ 0 തന്നെ കിട്ടി. അപ്പോൾ ഇതും ഗുണിതമോ. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും 11ന്റെ ഗുണിതമോ. ഇനി നാലാമത്തെയോടെ ചെക്ക് ചെയ്യും. ഏതെല്ലാം എന്നൊക്കെ ചോദ്യം. അപ്പോൾ 1ഉം വരും, 2ഉം വരും, 3ഉം വരും. നാലാമത്തെ നോക്കുക നമ്മൾ. കൂട്ടിക്കേ, 8ഉം 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 16, 16ഉം 5ഉം 16ഉം 5ഉം 21, 21ഉം 7ഉം 28. അവിടെ 28 കിട്ടി. ഇനി അടുത്തിലേക്ക് വരുന്നു. 9ഉം 9ഉം 9 9 18, 18ഉം 6ഉം 24,
24 5 29. വ്യത്യാസം വലതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. 29 28 കുറയ്ക്കുമ്പോൾ 1 വരുന്നത്. 29 വലതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. 29 നിന്ന് 28 കുറച്ച് 1 വരാൻ പറ്റുമോ? ഒന്നെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കണം. ഇവിടെ 0 11ന്റെ 1 11ന്റെ ഗുണിതമല്ലോ ആണോ? അപ്പോൾ അതല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇത് വരത്തില്ല. ഏതൊക്കെ വരും 11ന്റെ ഗുണിതമായിട്ട്? ഒന്നാമത്തെയും വരും, രണ്ടാമത്തെയും വരും, മൂന്നാമത്തെയും വരും. ഒന്നിടവിട്ടുള്ള സംഖ്യകളെല്ലാം കൂടെ കൂട്ടുക, ബാക്കിയുള്ളത് തമ്മിലുള്ള വ്യത്യാസം. ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്നെങ്കിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കണം. അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കിയേ. 2 + 3 = 13. 3 + 5 = 34. 1 + 2 = 5. എങ്കിൽ 2 + 5 എത്ര ആണെന്ന് ചോദ്യം. അപ്പോൾ എന്തോ അതിൻ്റെ പ്രത്യേകത നോക്കാം നമുക്ക്. ഇവിടെ 2 + 3 ആണ് 13ലേക്ക് വന്നത് എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയറും 3ന്റെ സ്ക്വയറും നോക്കിക്കേ. 2ന്റെ സ്ക്വയർ 4 അല്ലേ, 3ന്റെ സ്ക്വയർ 9 അല്ലേ. 9 4 ചേർന്നാണ് എത്ര കിട്ടിയത്? 13 കിട്ടി. അടുത്ത അതേ തന്നെയാണോ നോക്കാം നമുക്ക്. ഇവിടെ 3 + 5 34. നോക്കിക്കേ, 3ന്റെ സ്ക്വയർ + 5ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ 9 അല്ലേ, 5ന്റെ സ്ക്വയർ 25 അല്ലേ. 25 9 ചേർന്ന് 34. സെയിം തന്നെ അല്ലേ കിടക്കുന്നത്. ഇനി അടുത്തോടെ നോക്കാം. 1 + 2. 1ന്റെ സ്ക്വയർ + 2ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1 തന്നെ അല്ലേ, 2ന്റെ സ്ക്വയർ 4. 1 4 ചേർത്താൽ 5. നമുക്ക് വേണ്ടുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. 2 + 5 ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങൾ തന്നെ പറ. അപ്പോൾ 2ന്റെ സ്ക്വയർ + 5ന്റെ സ്ക്വയർ. പറ. 2ന്റെ സ്ക്വയർ 4 ആണ്, 5ന്റെ സ്ക്വയർ 25 ആണ്. 25 4 കൂട്ടി 29. ക്വസ്റ്റ്യന്റെ ആൻസർ 29. താഴെ തന്നിരിക്കുന്നവയിൽ ഗുണനഫലം എണ്ണൽ സംഖ്യകൾ വരുന്ന ജോഡികൾ ഏവ? നമ്മുടെ ചോദ്യം, ഇത് തമ്മിൽ ഗുണിക്കുമ്പം ഗുണനഫലം എണ്ണൽ സംഖ്യകൾ വരുന്ന ജോഡികൾ. അപ്പോൾ നമുക്ക് നോക്കാം. റൂട്ടിലുള്ള സംഖ്യകൾ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ റൂട്ടിനകത്താക്കുക. 10 × 90. 10നെ 90 കൊണ്ട് ഗുണിച്ചപ്പോൾ റൂട്ടൊക്കെ അതേപോലെ 900 എന്ന് കിട്ടി. 900ന്റെ റൂട്ട് 30. 30 എണ്ണൽ സംഖ്യ തന്നെയാണല്ലോ. 1 2 3 അങ്ങനെ പോകുന്ന സംഖ്യകൾ. 1 തൊട്ട് തുടങ്ങുന്ന സംഖ്യകൾ വിളിക്കുന്ന പേരാണ് എണ്ണൽ സംഖ്യകൾ. അപ്പോൾ ഇത് ഗുണിച്ചപ്പോൾ 30 എണ്ണൽ സംഖ്യ തന്നെയാണ് കിട്ടിയത്. അടുത്തത് ഗുണിക്കുന്നു. റൂട്ട് ഓഫ് ഒറ്റ റൂട്ടിനകത്താക്കി 30 × 1.2. പോയിന്റ് മാറ്റി നിങ്ങൾ അങ്ങ് ഗുണിക്കുക. റൂട്ടൊക്കെ ഞാൻ അതേപോലെ ഇട്ടു. ഇവിടെ 12 ആയില്ലേ. 12 × 30. 12 × 30 എന്ന് പറഞ്ഞാൽ 360 അല്ലേ. ഇവിടെ പോയിന്റ് ആയിട്ട് ഒരു സ്ഥാനം. അപ്പോൾ അവസാനത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റി 36.0 എന്ന് പറഞ്ഞാൽ 0 എഴുതേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 36.0. 0 എഴുതിയാലും കുഴപ്പമില്ല. അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 6. 36 റൂട്ട് 6 എന്ന് കിട്ടി. 6 എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യ തന്നെയാണല്ലോ. അപ്പോൾ ഒന്നാമത്തെയും വരും, രണ്ടാമത്തെയും വരും. അടുത്ത വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നോക്കാം പ്രത്യേകത. 5 25 ഒറ്റ റൂട്ടിനകത്താക്കി. 5 × 25. 5 × 25 എന്ന് പറഞ്ഞാൽ റൂട്ട് 120. 25നെ 5 കൊണ്ട് ഗുണിച്ചാൽ 125. 120 എന്തിനെങ്കിലും സ്ക്വയർ ആണോ, അല്ലെങ്കിൽ 120 റൂട്ട് ഉണ്ടോ? അപ്പോൾ അത് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ അല്ല. അവിടെ 120 റൂട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഡെസിമലൊക്കെ വരും. അതുകൊണ്ട് അത് എണ്ണൽ സംഖ്യ അല്ലെന്ന് മനസ്സിലായി. അടുത്തതിലേക്ക് വരുന്നു. 0.25 × 1000 കിടക്കുന്നത്. പറഞ്ഞു നോക്കാം. റൂട്ടൊക്കെ അതേപോലെ എഴുതി. 0.25 × 1000. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമല്ലേ ആണോ? അല്ലെങ്കിൽ പോയിന്റ് മാറ്റി സംഖ്യ എടുക്കുക. 25 × 1000 എന്ന് പറയുമ്പോൾ 25 എഴുതി 3 0 അടി. എത്ര സ്ഥാനം മാറ്റണം നോക്കിക്കേ. 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ പോരെ. 1 2 2 സ്ഥാനം മാറ്റിയാൽ 250 എന്ന് കിട്ടി. റൂട്ട് ഓഫ് 250. 250 റൂട്ട് ഉണ്ടോ? പോയിന്റ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതും എണ്ണൽ സംഖ്യ അല്ല. എണ്ണൽ സംഖ്യ വരുന്ന ജോഡികൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും. കാരണം ഇവിടെ 30 കിട്ടി, ഇവിടെ 6 കിട്ടി. അതുകൊണ്ട് 1 ഉം 2 ഉം. 3 ൽ 1, 5 ൽ 2, 6 ൽ 5, 15 ൽ 7, 22 ൽ 3, 9 ൽ 1 എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിലാക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നേരിട്ടൊന്ന് ഹരിച്ചു നോക്കാം. ദശാംശത്തിലേക്ക് കൊണ്ടുവരാം. നോക്കാം പ്രത്യേകത. 1നെ എത്ര കൊണ്ട് ഹരിക്കാൻ? 3 കൊണ്ട് ഹരിക്കാനല്ലേ. ഒരു 0 കൊടുത്തു, പോയിന്റ് കൊടുത്തു. 10നകത്ത് 3 പ്രാവശ്യം അല്ലേ പോയിന്റ്. 3 × 3 9. വീണ്ടും 1 താത്തിറക്കി ഒരു 0 ഇട്ടു. 10നകത്ത് 3 പ്രാവശ്യം അല്ലേ. 3 × 3 9. അപ്പോൾ അവിടുത്തെ ആൻസർ പോയിന്റ് എത്ര എന്ന് വന്നു? 33. അങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുവാണ്. അവിടെ കിടക്കട്ടെ. 0.33. 1/3 എന്ന് പറഞ്ഞാൽ 0.33 എന്ന് കിട്ടി. അടുത്തത് ഇനി 2/5 അല്ലേ. നമുക്കൊന്ന് ഹരിക്കാം. 2നെ എത്ര കൊണ്ട് ഹരിക്കാൻ? 5 കൊണ്ട് ഹരിക്കാൻ. ഒരു 0 കൊടുത്തു, പോയിന്റ് കൊടുത്തു. 20നകത്ത് 5 4 പ്രാവശ്യം അല്ലേ. 4 5 20. അവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ 0 വന്നു. മേളിൽ പോയിന്റ് എത്ര എന്ന് കിട്ടി? 4 നല്ല കിട്ടി. അതേപോലെ അടുത്തതിലേക്ക് വരുന്നു. 5/6. 5നെ എത്ര കൊണ്ട് ഹരിക്കാൻ? 6 കൊണ്ട് ഹരിക്കാൻ. പറ, നിങ്ങൾ തന്നെ പറ. ഒരു 0 കൊടുക്കാം, പോയിന്റ് കൊടുക്കാം. 50നകത്ത് 6 8 പ്രാവശ്യം. 8 6 48. വീണ്ടും 2 0. 20നകത്ത് 6 3 പ്രാവശ്യം.
18, ബാക്കി 2, മേളിൽ കിട്ടിയത് മാത്രം മതി. 0.83 എന്ന് കിട്ടി. അടുത്തതിലേക്ക് വരുന്നു 7/15. 7നെ 15 കൊണ്ട് ഹരിക്കാൻ ഒരു 0 കൊടുത്തു, പോയിന്റ് കൊടുത്തു. 70-നകത്ത് 15, 70-നകത്ത് 15 4 പ്രാവശ്യം അല്ലേ, 4, 15, 60 എന്ന് കിട്ടി. ഇനി കുറയ്ക്കുന്നു, വീണ്ടും 1, 0, ഒരു 0 നമുക്ക് ചേർക്കാം. ഇത് കുറച്ചുമ്പോൾ 10 കിട്ടി, ഒരു 0 എക്സ്ട്രാ ഇട്ടു. അപ്പോൾ 100, 100-നകത്ത് 15 6 പ്രാവശ്യം അല്ലേ, 15 × 6 90 എന്ന് കിട്ടും. വീണ്ടും 10 എന്നൊക്കെ വരും. 0.46 എന്ന് കിട്ടി. അതേപോലെ വീണ്ടും 3നെ എത്ര കൊണ്ട് ഹരിക്കാൻ, 22 കൊണ്ട് ഹരിക്കാനല്ലേ, 3/22. ഒന്ന് നോക്കിക്കേ, ഒരു 0 കൊടുത്തു, പോയിന്റ് കൊടുത്തു. 30-നകത്ത് 22 ഒരു പ്രാവശ്യം, ഒരു 22, 22. ബാക്കി കുറച്ച് പറ. ഇവിടെ 30-ൽ നിന്ന് 22 കുറച്ചാൽ 8 അല്ലേ, അപ്പോൾ ഒരു 0 കൊടുക്കുക, 80. 80-നകത്ത് 22 3 പ്രാവശ്യം അല്ലേ, 66. 3 × 22 66. ബാക്കി 14 എന്നൊക്കെ കിട്ടും. പോട്ടെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, മേളത്തെ മാത്രം മതി. 1.13 എന്ന് കിട്ടി. അടുത്ത 1/9, അതുകൂടെ നോക്കാം നമുക്ക്. ഒരു 0 കൊടുത്തു, പോയിന്റ് കൊടുത്തു, പോയിന്റ് ഇട്ടു. 10-നകത്ത് 9 ഒരു പ്രാവശ്യം, 199 10. വീണ്ടും 199 1 വന്നു. നോക്കിക്കേ, ഓരോന്ന് നോക്കിക്കേ. നമ്മുടെ ചോദ്യം ആരോഹണ ക്രമം, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഇവിടെ 0.33 ഉണ്ട്, 0.4 ഉണ്ട്, 0.83 ഉണ്ട്, 0.46 ഉണ്ട്, 0.13 ഉണ്ട്, 0.11 ഉണ്ട്. ഏറ്റവും ചെറുത് പറ, ഏറ്റവും ചെറുത് 0.11 അല്ലേ ഇതിനകത്ത് ഏറ്റവും ചെറുത്. 0.8 അപ്പൊ ആദ്യമേ വരുന്നത് ഏറ്റവും അവസാന ഘടകം ഇതായിരിക്കും, ഫസ്റ്റിലെ വരുന്നത് ഒന്നാമത്തത് ആണേ. അതിനുശേഷം നോക്കിയേ 0.11 കഴിഞ്ഞാൽ 0.13 അല്ലേ, അപ്പൊ രണ്ടാമത് വരുന്നത് അത് തന്നെ, രണ്ടാമത്തത് ഇതാണ്. സെക്കൻഡ് വരുന്നത്, സെക്കൻഡ് രണ്ടാമത്തത് ഇതായിരിക്കും ആണേ. ഇനി അടുത്ത മൂന്നാമത് 13 കഴിഞ്ഞിട്ട് നോക്കിക്കേ നിങ്ങൾ, 0.33 അല്ലേ, 3 0.3. 1 കഴിഞ്ഞാൽ 2 ഇല്ല, അതുകൊണ്ട് 3 എഴുതി. അപ്പൊ ഇതാണ് മൂന്നാമത് വരുന്നത്. ഈ കിടക്കുന്നതാണ് മൂന്നാമത്, തേർഡ് വരുന്നത്. ചെറുതീന്ന് വലതിലേക്ക് ആരോഹണം, ചെറുതീന്ന് വലതിലേക്ക് എഴുതി. ഇനി 3 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 4 കൊണ്ട് 4 6 കൊണ്ട്. അപ്പൊ 4 അല്ലേ ഇച്ചിരി വലുത്, അപ്പൊ അതാണ് താണ്ടെ 4 വരുന്നതാണ്ട് 2/5. ഇതാണ് നാലാമത് വരുന്നത്. ഈ കിടക്കുന്നത് നാലാമത് വന്നു. ഇനി 0.46 ഇച്ചിരി വലുത് ഇതാ, 4 6 വരുന്നത് 7/15 അല്ലേ, അപ്പൊ ഈ കിടക്കുന്നതാണ് അഞ്ചാമത് വരുന്നത്. ഏറ്റവും വലുത് 83 അല്ലേ, അപ്പൊ ലാസ്റ്റ് വരുന്നത് 6 വരുന്നത് ആണ്ട് ഈ കിടക്കുന്നതായിരിക്കും. ആറാമത് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും അവസാനം വരുന്നത് ഇതായിരിക്കും. ആരോഹണ ക്രമം ഒന്ന് പറ. ആദ്യത്തത് 1/9, അടുത്തത് 3/22, അതിനുശേഷം 1/3, അതിനുശേഷം നാലാമത് വരുന്നത് 2/5, അതിനുശേഷം 7/15, ഏറ്റവും അവസാനം 5/6. ജസ്റ്റ് ഒന്ന് ഹരിച്ചു നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പോർഷനുമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ കാണാം.